ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ലിങ്ക് ഇന്നലെ കിട്ടിയിരുന്നോ? ലിങ്ക് നോക്കിയോ? ഓപ്പൺ ചെയ്ത് നോക്കിയോ? ആരുമില്ലേ? ഹലോ, ആരുമില്ലേ? എനിവേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ലിങ്ക് ഞാൻ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ അബ്രിവേഷൻസ് ആയിരുന്നു പറഞ്ഞത്. നമ്മളും കോമൺലി യൂസ് ചെയ്യുന്നുണ്ട് അബ്രിവേഷൻസ്. മെഡിക്കൽ ഫീൽഡിൽ അബ്രിവേഷൻസ് കോമൺ ആയി യൂസ് ചെയ്യുന്നുണ്ട് കുറെ. അല്ലാതെയും പല പ്രൊസീജിയറിനും പല രീതിയിലും അബ്രിവേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പലപ്പോഴും പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ അബ്രിവേഷൻസ് ഉണ്ടാക്കാറുണ്ട്, അല്ലെ? പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അത് അംഗീകരിച്ചിട്ടുള്ള അബ്രിവേഷൻസ് ആണ്. മെഡിക്കൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചിട്ടുള്ള അബ്രിവേഷൻസ് ആണ് ഇത് കൂടുതലും. നമുക്ക് കുറേ ലിസ്റ്റ് ഓഫ് അബ്രിവേഷൻസ് ഉണ്ട്. ഞാനത് നല്ലപോലെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 300 മുകളിൽ അബ്രിവേഷൻസ് നമുക്കുണ്ട്. 330 അബ്രിവേഷൻസ് ഉണ്ട്. ഇതെല്ലാം പഠിക്കണമെന്ന് വെച്ചാൽ എല്ലാം പഠിക്കൊന്നും വേണ്ട. പക്ഷെ നമ്മൾ കോമൺ ആയിട്ടുള്ള ചിലത് വരും, മെഡിസിൻസിന്റെ പ്രിസ്ക്രിപ്ഷന്റെ കൂടെ, അങ്ങനെയൊക്കെ നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് നമ്മൾ കുറച്ചുകൂടെ അതൊന്ന് മനസ്സിൽ വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഡേറ്റാബേസ് ആയിട്ട് തന്നെ വെക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ പലപ്പോഴും ഇപ്പം ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്ന അബ്രിവേഷൻസുമായിട്ട് ഫെമിലിയർ ആവും. പിന്നെ അത് നമ്മളുടെ മനസ്സിൽ തന്നെ ഇരിക്കും. സോ അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട. ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരുന്നത്? ക്വസ്റ്റ്യൻ ആക്ച്വലി ഈ പ്രിഫിക്സും സഫിക്സും വേർഡും റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസേ ഉണ്ടായിരിക്കും. അല്ലാതെ ഒരു അബ്രിവേഷൻ എടുത്തിട്ട് അതിന്റെ എക്സ്പാൻഷൻ അത് അല്ലെങ്കിൽ അത്രത്തോളം ഫെമിലിയർ ആയിട്ടുള്ളത് മാത്രമാണ് ചോദിക്കാറുള്ളൂ. ഓക്കെ, ചിലപ്പോൾ മീനിങ് ചോദിക്കാം ചിലതിന്റെ. നമ്മൾ പറഞ്ഞു A&P അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ്, ഹ്യൂമൻ ബോഡിയെ കുറിച്ചുള്ളതാണത്. പിന്നെ എ ബിഫോർ എ കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് ഈച്ച് പ്രിസ്ക്രിപ്ഷൻസ് എഴുതുമ്പോഴാണ് അത് കൊടുക്കാറ് കൂടുതലും. ABD അബ്ഡൊമൈൻ, അതൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. ABG ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. AC ലിഫോ മീൻസ് അപ്പൊ പ്രിസ്ക്രിപ്ഷനിലാണ് അത് കാണിക്കാറ്. ACLS അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു പേഷ്യന്റ് സിവിയർ എന്തെങ്കിലും കണ്ടീഷൻസ് ആയിട്ട് വരുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവും ലൈഫ് സപ്പോർട്ട് കൊടുക്കണം. കാരണം ഹാർട്ട് ബീറ്റ് നോർമലായി നടക്കുന്നില്ല. സോ അഡ്വാൻസ്ഡ് ACLS ഡോക്ടർ എഴുതും, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. AD ആസ് മച്ച് ആസ് ഡിസൈഡ്, ആവശ്യത്തിന് മാത്രം എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് ADL ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ്. ഇപ്പോൾ ഡയറ്റീഷ്യൻസ് ഒക്കെ ഒരു ഡയറ്റ് പ്ലാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എക്സസൈസ് പോലെ ചെയ്യണമെങ്കിൽ അവരുടേതായ രീതിയിൽ അവരൊക്കെ കൊടുക്കും. ADL ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ്. AED ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ, അതായത് നമുക്ക് റെസ്പിറേഷൻ, നമ്മുടെ ശ്വാസോച്ഛ്വാസം നോർമലായി നടക്കാത്ത വരുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് സപ്പോർട്ട് കൊടുക്കും. അതാണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. AF ആട്രിയൽ ഫിബ്രിലേഷൻ, ഹാർട്ടിന്റെ സംബന്ധിച്ചുള്ളതാണ്. പിന്നെ എയ്ഡ്സ്, ഇതൊക്കെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഇതിന്റെയൊക്കെ എക്സ്പാൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതണം, കാരണം ഇത് നമ്മൾ പണ്ട് തുടങ്ങിയ കേട്ട് പരിചയമുള്ളതാണ്. അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. AK എബോവ് ദ നീ, മുട്ടിന് മുകളിൽ. AK എബോവ് ദ നീ ആംപുട്ടേഷൻ, മുട്ട് ആംപ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുഗർ ഒക്കെ കൂടുമ്പോൾ ചിലപ്പോൾ
മുറിച്ച് അങ്ങനെ കളയില്ല, ചില ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുമ്പോൾ അങ്ങനെ കളയില്ലേ. അപ്പൊ ആംബ്യൂട്ട് ചെയ്തതിന്റെ മുകളിൽ, ഇപ്പം മുട്ടിന് താഴേക്ക് ഇല്ലാത്ത ആളായിരിക്കും ആംബ്യൂട്ട് ചെയ്തതിന്റെ മുകളിൽ എന്ന് പറഞ്ഞു കൊടുക്കും. എ ലൈൻ ആർട്ടീരിയൽ ലൈൻ, AMA against medical advice, AMB ambulatory, AM1 acute myocardial infarction, കാർഡിയലായിട്ടുള്ള എന്തെങ്കിലും സിവിയർ കണ്ടീഷൻ വരുമ്പോൾ. AMS ഡോക്ടേഴ്സ് ഒക്കെ അവരുടെ ഒരു ഡിസ്ചാർജ് സമ്മറിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ക്ലിനിക്കൽ നോട്ട്സിലോ ഒക്കെ എഴുതുന്ന കാര്യങ്ങളായിരിക്കും ഇത്. AMS ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്, മാനസിക നിലയ്ക്ക് ഒരു വ്യതിയാനം, അതാണ് AMS ഉദ്ദേശിക്കുന്നത്. ANT ആന്റീരിയർ. AO/4 alert and oriented to person, place, time and self. ഇത് ഏതെങ്കിലും മാനേജ്മെന്റ് കേസസിൽ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഡിസാസ്റ്ററോ എന്തെങ്കിലും കലാമിറ്റീസോ എന്തെങ്കിലും ആക്സിഡന്റോ ഒക്കെ സംഭവിക്കുമ്പോൾ അവിടെ കൊടുക്കുന്നതാണ് AO/4 എന്ന് പറയുന്നത്. AP ഫ്രണ്ട് ടു ബാക്ക്, ആൻഡ്രോ പോസ്റ്റീരിയർ ആക്ഷൻ, ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ആ ഒരു രീതിയിൽ. പിന്നെ ആർട്ടീരിയൽ പ്രഷർ, അതും AP തന്നെയാണ് പറയുന്നത്. അപ്പൊ ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെസ്റ്റ് ആണ് AP എന്നുള്ളതിന്റെ അബ്രിവേഷൻ വരിക. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് എന്നുള്ള രീതിയിലാണെങ്കിൽ AP അത് യൂസ് ചെയ്യണതായിരിക്കും. പിന്നെ ആർട്ടീരിയൽ പ്രഷറിനെ കാണിക്കാനാണെങ്കിൽ ആ ഒരു കോണ്ടെസ്റ്റ് എന്താണോ അവിടെ അത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ AP. ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരുന്നില്ലേ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ കോണ്ടെസ്റ്റിലാണെങ്കിൽ AP അതായിരിക്കും. APC ആർട്ടീരിയൽ പ്രിമച്വർ കോംപ്ലക്സ്, ഹാർട്ടുമായിട്ട് റിലേറ്റഡ്. ആക്ടിവേറ്റഡ് പ്രോട്ടീൻ C, അത് പറയാം. ഇപ്പൊ പ്രോട്ടീനും അതുപോലെ വൈറ്റമിൻ സിയുടെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ആ ഒരു കോണ്ടെസ്റ്റിലാണെങ്കിൽ APC. അതേസമയം ആസ്പിരിൻ ടാബ്ലറ്റ് ഉണ്ടല്ലോ, ആസ്പിരിൻ, ഫിനാസെറ്റിൻ, കഫെയിൻ, അങ്ങനെ എന്തെങ്കിലും മെഡിക്കേഷൻ ആണെങ്കിൽ APC. ആ ഒരു കോണ്ടെസ്റ്റിലാണെങ്കിൽ അത് APC. AQ വാട്ടർ, ARDS AQ വാട്ടർ, അക്വ നമ്മൾ പറയില്ലേ നേരത്തെ, അക്വ വാട്ടർ എന്ന് പറഞ്ഞ നമ്മൾ മീനിങ് പറഞ്ഞില്ലായിരുന്നു. ARDS അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ബ്രീത്ത് ചെയ്യാനുള്ള വല്ലാത്ത ബുദ്ധിമുട്ട്, അതാണ് ARDS അക്യൂട്ട്, ഭയങ്കര സിവിയർ കണ്ടീഷനിൽ ബ്രീത്തിങ് പ്രോബ്ലം വരുന്നത്. ASA ആസ്പിരിൻ ടാബ്ലറ്റ്സ് ചില സമയത്ത് കൊടുക്കുമല്ലോ, പെട്ടെന്ന് എന്തെങ്കിലും കൊള്ളാപ്സ്ഡ് ആവുന്ന സമയത്ത്. നമ്മള് ചെടികളിൽ എന്താണ് ഫ്ലവർ ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് ആ വെള്ളത്തില് ഫ്ലവർ മുക്കി വെക്കുന്ന വെള്ളമോ ജെല്ലോ അതിലൊക്കെ ഈ ആസ്പിരിൻ ടാബ്ലറ്റ് ഇട്ട് വെക്കാറുണ്ടല്ലോ. ASAP as soon as possible, ഇതൊക്കെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതാണ്. ഈവൻ വാട്സ്ആപ്പ് ചാറ്റിൽ നമ്മൾ ASAP ആ ഒരു അബ്രിവേഷൻ എപ്പോഴും യൂസ് ചെയ്യുന്ന as soon as possible, എത്രയും പെട്ടെന്ന്. ASH മെഡിക്കലി റിലേറ്റഡ് വരുമ്പോഴാണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരുന്നത്. ആർട്ടീരിയോസ്ക്ലിറോട്ടിക് ഓർ ആത്തറോസ്ക്ലിറോട്ടിക് ഹേർട്ട് ഡിസീസ്, ഹേർട്ട് റിലേറ്റഡ് വരുമ്പോഴാണ് ASHD പറയുന്നത്. ഇനി AV ആൻട്രി വെൻട്രിക്കുലർ അല്ലെങ്കിൽ ആൻട്രി വെനസ് AV, നമുക്ക് ഹാർട്ടിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നതും ഹാർട്ടിൽ നിന്ന് ബ്ലഡ് തിരിച്ച് ഒരു ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത് വെൻട്രിക്കുലർ, അങ്ങനെ പല വെൻട്രിക്കുലേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ ഹാർട്ടിന്റെ പോർഷൻസ്, അതാണ് ആർട്ടറി വെൻട്രിക്കുലറും ആർട്ടറി വെനസും ഹാർട്ട് റിലേറ്റഡ് ആണ്. BBB ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്, BBB ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. ബിഡ് അല്ലെങ്കിൽ PD ടോയ്സ് ഡെയിലി, പ്രിസ്ക്രിപ്ഷനിൽ വരുന്നതാണ്. ഒരു ദിവസം 2 നേരം എന്നുള്ള രീതിയിൽ കാണിക്കും. BD ആണ് കോമൺ ആയിട്ട് ഡോക്ടേഴ്സ് എഴുതാറ്. BKA ബിലോ ദി നീ ആംബുട്ടേഷൻ, നമുക്ക് AKA ഉണ്ടായിരുന്നു, എബോ ദി നീ ആംബുട്ടേഷൻ. BKA ബിലോ ദി നീ ആംബുട്ടേഷൻ. BM ബവൽ മൂവ്മെന്റ്, നമ്മുടെ സ്റ്റൊമക്കിന്റെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നോർമൽ ആയിട്ട് ബവല് മൂവ് ചെയ്യണം എന്നാണ് പറയുന്നത്. BP ബ്ലഡ് പ്രഷർ. BS ബാച്ചിലർ ഓഫ് സയൻസ്. BSA ബോഡി സർഫസ് ഏരിയ. BX ബയോപ്സി. ബയോപ്സി അറിയാലോ, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള സെൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ട്യൂമർ ലൈക്ക് ഗ്രോത്തോ എന്തെങ്കിലും കാണുവാണെങ്കിൽ അത് അല്പം എടുത്തിട്ട് ചിലപ്പോൾ ടെസ്റ്റിനായിരിക്കും ആ കുറച്ച് ടിഷ്യൂ എടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ബയോപ്സി എന്ന് പറയുന്നത്. C ഹൈഫൺ കൊടുത്ത വിത്ത് C ഡിഗ്രി, അത് ഡിഗ്രി സെൽഷ്യസിന്റെ സിമ്പിൾ ആണെന്ന് നമുക്കറിയാം, സെന്റിഗ്രേഡ് ഇല്ല, ടെമ്പറേച്ചർ കാണിക്കും, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആണ് സെന്റിഗ്രേഡ് എന്ന് പറയുന്നത്. 32 ഡിഗ്രി സെൽഷ്യസ്, നമുക്ക് 32 എഴുതിയിട്ട് ഈ ഒരു സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് 32 ഡിഗ്രി സെന്റിഗ്രേഡ് എന്നാണ്.
സി എ അറിയാം, കാൽസ്യം. ആ സിയും എയും ക്യാപിറ്റൽ വരുവാണെങ്കിൽ കാർഡിയാക് അറസ്റ്റ്. ഇതൊക്കെ ഫെമിലിയർ ആണല്ലോ. സി എ ബി ജി കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. ബൈപ്പാസ് സർജറി ചെയ്യില്ലേ ഹാർട്ടിന്? അപ്പം കാരണം നമുക്ക് ഹാർട്ടിൽ ബൈപ്പാസ് സർജറി ചെയ്യുന്ന എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ ഉണ്ടാവുമ്പോൾ ബൈപ്പാസ് സർജറി ചെയ്യും. അപ്പൊ സി എ ബി ജി എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. സി എ ഡി കൊറോണറി ആർട്ടറി ഡിസീസ്. ആർട്ടറിയില് ബ്ലോക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും ഡിസീസ് വരുന്നതാണ് സി എ ഡി. സി ബി സി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. നമ്മൾ ലാബ് ടെസ്റ്റിന് പോകുമ്പോഴേക്കും ലാബ് ആ ടെസ്റ്റ് റിസൾട്ടിൽ സി ബി സി എന്ന് കാണാം. അതാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. സി സി യൂണിറ്റ് ആണ് ക്യൂബിക് സെന്റിമീറ്റർ. സി സി ഓർ സി ബാർ സി എന്ന് പറയുന്നത് ചീഫ് കംപ്ലൈന്റ്. സി സി യു കൊറോണറി കെയർ യൂണിറ്റ്. കാർഡിയാക് കെയർ യൂണിറ്റും ഉണ്ട് സി സി യു. ഓക്കെ, കൊറോണറി കെയർ യൂണിറ്റ് നമ്മൾ കോമൺലി നമ്മൾ ഇത് ഹോസ്പിറ്റലിൽ ICU ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് കാണാം, CCU കാണാം, കാർഡിയാക് കെയർ യൂണിറ്റ് കാണാം. കൊറോണറി കെയർ യൂണിറ്റും CCU തന്നെ. CHF ഹാർട്ട് ഫെയിലിയർ റിലേറ്റഡ് ആണ്. കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, ഭയങ്കരമായിട്ട് ഹാർട്ടിന് ബുദ്ധിമുട്ട് വന്ന് ഹാർട്ട് ഫെയിലിയർ ആവുന്നത്, ഭയങ്കര കൺജഷൻ ഫീൽ ചെയ്യുന്നത്. CL ആണ് ക്ലോറൈഡ്. CM സെന്റിമീറ്റർ നമുക്കറിയാം, CM ക്യൂബ് ക്യൂബിക് സെന്റിമീറ്റർ. CNS സെൻട്രൽ നെർവസ് സിസ്റ്റം, നമ്മളുടെ നാഡീവ്യവസ്ഥ, സെൻട്രൽ നെർവസ് സിസ്റ്റം. സി ബാറോ നമ്മൾ കെയർ ഓഫ് എന്നൊക്കെ നമ്മൾ സാധാരണ അഡ്രസ്സിൽ പറയുന്നത് പോലെ ഇതിനകത്ത് സ്മോൾ ലെറ്ററും സിയും ഒയും ആണ്. കംപ്ലൈനിങ് ഓഫ് മെഡിക്കലിൽ സി ബാറോ എന്ന് പറയുന്നത് കംപ്ലൈനിങ് ഓഫ്. കെയർ ഓഫ് നമ്മൾ വെക്കുമ്പോൾ സി ക്യാപിറ്റൽ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ 330 ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണോ? CO കാർഡിയാക് ഔട്ട്പുട്ട്, ഹാർട്ട് റിലേറ്റഡ്. കൂടുതലും നമ്മളിപ്പോ പറഞ്ഞു വന്ന അതെല്ലാം തന്നെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. CO2 കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കതറിയാം. കോൾഡ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് നമുക്കറിയായിരുന്നോ? നമുക്ക് കോൾഡ് ആണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ശരിക്കും നമ്മളുടെ ലങ്സിൽ ഒരു ബ്ലോക്ക് വരുന്ന ആ ഒരു അതല്ലേ, കപ്പം വന്ന് ബ്ലോക്ക് ആകുമ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രോണിക് അവസ്ഥ കുറെ ദിവസം നിൽക്കും ഈ കോൾഡ് എന്ന് പറഞ്ഞത്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് അതൊക്കെ വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു കൊടുക്കണം. കോൾഡ് അല്ലെ. COPD നമ്മൾ നമ്മളുടെ ചാപ്റ്ററുകളിലും COPD പറഞ്ഞു. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. പൾമണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിന് ലങ്സിന് ഉണ്ടാകുന്ന ക്രോണിക് ആയിട്ടുള്ള ലങ് ഡിസീസിനെയാണ് COPD എന്ന് പറയുന്നത്. കോൾഡ് അതിലെ വളരെ എന്താ പറയാ വലിയ ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയാണ്. നമുക്കത് മാറും, നമുക്കറിയാം. ഒരു ആവി പിടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും എന്നറിയാം. നെബുലൈസേഷൻ ചെയ്യുക, സ്റ്റീം ചെയ്യുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കോൾഡ് മാറും. പക്ഷെ COPD കുറച്ചുകൂടെ സിവിയർ കണ്ടീഷനാണ്. ചിലപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആവേണ്ടതായിട്ട് വരും, ചിലപ്പോൾ നല്ല ആവേണ്ട വരും. ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ബ്രീത്തിങ് സപ്പോർട്ടൊക്കെ കൊടുക്കേണ്ട വരുന്ന ഒരു അവസ്ഥയാണ് COPD എന്ന് പറയുന്നത്. CP ചെസ്റ്റ് പെയിൻ, കെമിക്കലി പ്യുവർ സെറിബ്രൽ പാൾസി, ഇതെല്ലാം CP തന്നെയാണ്. അപ്പൊ ഉപയോഗിക്കുന്ന കോണ്ടസ്റ്റ് ഏതാണ്? അപ്പൊ ഡോക്ടർ വലിയൊരു സ്റ്റേറ്റ്മെന്റ് എഴുതുവാണ്. ഒരു പേഷ്യന്റെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ പേഷ്യന്റെ ഒബ്സർവേഷൻ എഴുതുമ്പോൾ എന്താണ് കോണ്ടസ്റ്റ് അത് മനസ്സിലാക്കിയിട്ടാണ് ഒബ്സർവേഷൻസ് ഏതാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. ചെസ്റ്റ് പെയിൻ ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണ് എങ്കിൽ CP എഴുതാൻ നമുക്ക് അവിടെ മനസ്സിലാവും ചെസ്റ്റ് പെയിൻ ആണെന്നുള്ളത്. അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി ആയിട്ടൊരു പേഷ്യന്റ് വരുവാണ്, അതിന് CP എഴുതി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് അത് സെറിബ്രൽ പാൾസി. CPR പല പ്രാവശ്യം നമ്മൾ CPR കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞു. കാർഡിയോ പൾമണറി റെസൈറ്റേഷൻ, ബ്രീത്തിങ് ട്രബിൾ വരുമ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് അത് നോർമൽ ആക്കാൻ നോക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ആണ് CPR എന്ന് പറയുന്നത്. നല്ല ട്രെയിൻഡ് ആയ ഒരാൾ, അതിപ്പോ മെഡിക്കൽ ഫീൽഡിൽ തന്നെയുള്ളവരാണെന്നില്ല, നമുക്ക് എല്ലാവർക്കും അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് CPR. നമ്മുടെ വീട്ടിലൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റണം. സ്കൂളുകളിലും കോളേജുകളിലൊക്കെ അതിനുള്ള അവയർനെസ്സും ട്രെയിനിങ്ങും എല്ലാം കൊടുക്കാറുണ്ട്, ഡെമോ ഒക്കെ കൊടുക്കാറുണ്ട്. CPR കാർഡിയോ പൾമണറി റെസൈറ്റേഷൻ ഇത് വേണമെങ്കിൽ ചോദിക്കാം, കാരണം പല ചാപ്റ്ററിൽ CPR വരുന്നുണ്ട്. ഓക്കെ. CRNA സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നേഴ്സ് അനസ്തറ്റിസ്റ്റ്. സർട്ടിഫൈഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള അതൊരു പൊസിഷന്റെ പേരാണ്, നേഴ്സ് അനസ്തറ്റിസ്റ്റ്. CRT കാപ്പിലറി റീഫിൽ ടൈം. അതുകൂടാതെ കാഥോഡ് റേ ട്യൂബ് അവിടെ കോമയുണ്ട്. കാപ്പിലറി റീഫിൽ ടൈം അത് CRTയുടെ ഒരു എക്സ്പാൻഷൻ. CRT വേറൊരു കോണ്ടാസ്റ്റിലെ എക്സ്പാൻഷൻ ആണ് കാഥോഡ് റേ ട്യൂബ്. നമ്മളുടെ പണ്ടത്തെ ടിവികളിലൊക്കെ CRT ആണ് യൂസ് ചെയ്തിരുന്നത്. ഈ മോണിറ്ററിലെല്ലാം CRT. ഇപ്പൊ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് കാണുന്ന, ഹാർട്ട് ബീറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണുന്ന മോണിറ്റർ ഉണ്ടാവുമല്ലോ ICUലും
എല്ലായിടത്തും. അപ്പൊ അതിലെല്ലാം കാണുന്നത്, അതിലെല്ലാം യൂസ് ചെയ്യുന്ന ട്യൂബ് CRT ആണ്, കാഥോഡ് റേ ട്യൂബ്, അല്ലെങ്കിൽ കാപ്പിലറി റീഫിൽ ടൈപ്പ്. വേറൊരു കോണ്ടസ്റ്റിലാണെങ്കിൽ കാപ്പിലറി റീഫിൽ ടൈപ്പ്. CSF സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, നമ്മുടെ ബാക്കിലുള്ള സ്പൈനൽ കോഡിലൂടെ പോകുന്ന ഫ്ലൂയിഡ്. നമ്മുടെ തല വരെ ഇങ്ങനെ നമ്മുടെ ബാക്കിൽ നിന്ന് നടുവിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സ്പൈനൽ ഉണ്ടല്ലോ, ആ സ്പൈനലിലൂടെ പോകുന്ന ഫ്ലൂയിഡിനെയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CSF. ഇത് ബ്രെയിനുമായിട്ട് റിലേറ്റഡ് തന്നെയാണ്. കരോട്ടിഡ് സൈനസ് മസാജ്, നമ്മുടെ ഈ ഒരു ഭാഗത്തല്ലേ സൈനസിന്റെ ഒരു ഭാഗം വരുന്നത്, ഈ ഒരു മൂക്കിന്റെ ആ ഒരു ഭാഗത്ത് ഈ സൈനസിന്റെ പ്രോബ്ലം ഉള്ളവർക്ക് അവിടെ ഭയങ്കരമായിട്ട് കഫം വന്ന് കിട്ടും. അപ്പൊ അതിനവര് പ്രത്യേകം ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കും. അതിനൊരു ടൈം വരുമ്പോൾ അത് വളരെ കൂടുന്നത്. കരോട്ടിഡ് സൈനസ് മസാജ്, ചെറിയ രീതിയിലൊരു മസാജ് ഒക്കെ കൊടുക്കുമ്പോൾ അവിടെ ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. അല്ലാതെ നമ്മളുടെ ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ് ഒരു അസുഖമാണ്. മെനിഞ്ചൈറ്റിസ്, മസ്തിഷ്ക പനി എന്നൊക്കെ പണ്ട് പറഞ്ഞു കേൾക്കാറില്ലേ, മെനിഞ്ചൈറ്റിസ്, സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ്. ഓക്കെ, പലപ്പോഴും ക്യൂർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമാണ്. വളരെ കുറെ നാളുകൾക്ക് അത്ര മെഡിക്കൽ ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് അല്ലാത്ത സമയത്ത് പലരും ഇത് വരുമ്പോൾ മരിക്കാറാണ് പതിവ്. ചിലര് പക്ഷെ എന്തെങ്കിലും ഡീഫോർമേഷനോട് കൂടി എന്തെങ്കിലും അവർക്ക് പ്രോബ്ലം ഒക്കെ ആയിട്ട് അവർ പിന്നീട് ലൈഫ് പിന്നെ മുന്നോട്ട് പോകുമായിരിക്കും, അവർ സർവൈവ് ചെയ്യുമായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മളുടെ ബോഡിയിലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ മാക്സിമം ലൈഫ് സപ്പോർട്ട് കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരാറുണ്ട്. CVM സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ്, CVM സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ്. CVP സെൻട്രൽ വെനസ് പ്രഷർ, സെൻട്രൽ വെനസ് പ്രഷർ. CXR ചെസ്റ്റ് എക്സ്റേ, ചെസ്റ്റിന്റെ എക്സ്റേ എടുക്കുമല്ലോ, അതാണ് CXR. നിങ്ങൾക്ക് അയച്ചു തന്നതും കൂടെ ഞാൻ എടുക്കട്ടെ. അതിന് നമ്മൾ ഈ പറയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും, അതിന് മീനിങ്ങും കൂടി ഉണ്ടല്ലോ. കോമൺ മെഡിക്കൽ അബ്രിവേഷൻസ് ആൽഫബറ്റിക്കൽ ഓർഡറിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് വരുന്നത്. ഇതിലും കുറെ ഉണ്ട് കേട്ടോ, പക്ഷെ മീനിങ് ഇല്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടി എനിക്ക് എളുപ്പമായിട്ട് തോന്നും. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടി എളുപ്പം ഈസി ആയിട്ട് തോന്നുന്നുണ്ട് ഇത്. നമ്മൾ ഇതിനകത്ത് പറയുന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. D&C, dilation and curettage. നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്യൂ ആയിട്ട് നമ്മൾ ഐ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണില് മരുന്നൊഴിക്കും. ഡയലേറ്റ് ചെയ്യാന്നാണ് അതിന് പറയുന്നത്. കണ്ണിൽ മരുന്നൊഴിക്കുമ്പോൾ നമുക്ക് കുറച്ചു നേരം വിഷൻ ബ്ലർഡ് ആയിരിക്കും. കാരണം അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അവർക്ക് നോക്കുമ്പോൾ കണ്ണിലെ ഓരോ ഫോക്കൽ ലെങ്ത്തും കണ്ണിലെ ബാക്കി നെർവിന്റെ കാര്യങ്ങളും എല്ലാം അവർക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അവർ ഡയലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡയലേഷൻ എന്ന് പറയുന്നത് അതാണ്. ഡയലേഷൻ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, കുറെ നേരത്തേക്ക് നമ്മൾക്ക് ഭയങ്കര ബ്ലഡ്നെസ് ആയിരിക്കും, അങ്ങനെ മങ്ങലായിരിക്കും. കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലാണ് അവർ സാധാരണ അത് ചെയ്യൂ. ക്യൂറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രൊസീജിയർ ആണ്. ക്യൂറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഗ്രോത്തോ ഒക്കെ അൺവാണ്ടഡ് ടിഷ്യൂസ് ഒക്കെ വരുവാണെങ്കിൽ അതിനെ പതുക്കെ ഇങ്ങനെ ചുരണ്ടി മാറ്റി കളയുന്ന ഒരു പ്രൊസീജിയർ ആണ് ക്യൂറേറ്റേജ് എന്ന് പറയുന്നത്. ഈ യൂട്രസിൽ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ഡിയാൻസി ചെയ്യാന്ന് കേട്ടിട്ടില്ലേ, അതാണ് ഡിയാൻസി ആണ്, ഡൈലേഷൻ ആൻഡ് ക്യൂറേറ്റേജ്. ആ ഒരു യൂട്രസിന്റെ ക്യാവിറ്റിന്ന് ഈ എന്തെങ്കിലും ഗ്രോത്തോ ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ പറയുന്നത് ചിലർക്ക് ഇങ്ങനെ പീരിയഡ്സ് ആവാൻ ഭയങ്കര പെയിനോ അല്ലെങ്കിൽ പീരിയഡ്സ് നിൽക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ പീരിയഡ്സ് ആവാൻ ലേറ്റ് ആവുന്നോ എന്നൊക്കെ പറയുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഗ്രോത്ത് പോലെയോ ടിഷ്യൂ സെൽസ് ഒക്കെ കാണും അൺവാണ്ടഡ് ആയിട്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഡിയാൻസി ചെയ്യാന്ന് പറയും. അവർ അതിൽ നിന്ന് അത് ചുരണ്ടി സ്ക്രാപ്പ് ചെയ്ത് മാറ്റുന്ന ആ ഒരു പ്രൊസീജിയറാണ് ഡിയാൻസി. ഡയലേഷന്റെ മീനിങ് ഇതാണ്, എന്തെങ്കിലും ലോഷൻ ഒഴിച്ച് നമ്മൾ കൂടുതൽ അത് ക്ലിയർ ചെയ്യുക. ഇപ്പൊ ഡിയാൻസി ചെയ്യുമ്പോഴും എന്തെങ്കിലും മെഡിസിൻ ചെയ്തിട്ട് അവർ ആ പോർഷൻ ക്ലിയർ ചെയ്തിട്ടായിരിക്കും ഈ സ്ക്രാപ്പിംഗ് ചെയ്യുന്നത്. DBAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കണ്ടിന്യൂ, ഡിഫറൻഷ്യൽ ഡിഗോക്സിൻ
ഓരോന്നിന്റെ മീനിങ് എടുത്തുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു. ഹാർട്ട് ഫെയിലിയറിനെ ട്രീറ്റ് ചെയ്യാൻ യൂസ് ടു ട്രീറ്റ് കുറച്ചു മുമ്പ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞില്ലേ, ഒരു കൊളാപ്സ് ആവുന്ന ഒരു സ്റ്റേജ്. ഹാർട്ട് ബീറ്റിനെ കുറച്ചുകൂടെ, അതായത് ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് അങ്ങ് താന്നു പോകുമ്പോൾ ഹാർട്ട് ബീറ്റിനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി നേരെയാക്കാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിഗ് അല്ലെങ്കിൽ ഡിഗോക്സിൻ. DM ഡയബറ്റിസ് മെലിറ്റസ്. സാധാരണ നമ്മൾ പറയുന്ന ഡയബറ്റിസ് എന്നുള്ള അവസ്ഥ, അതാണ് DM എന്ന് പറയുന്നത്, ഡയബറ്റിസ് മെലിറ്റസ്. DOA ഡെഡ് ഓൺ അറൈവൽ, എത്തിയപ്പോ തന്നെ മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്തെങ്കിലും രീതിയിൽ കൊളാപ്സ്ഡ് ആവുന്ന ഒരാളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തി പോകുന്ന വഴിക്കാണ് ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഒബ്സർവ് ചെയ്യുന്ന ഡോക്ടർ എഴുതുന്ന ഒരു ഒബ്സർവേഷൻ ആയിരിക്കും DOA ഡെഡ് ഓൺ അറൈവൽ. DOE ഡിസ്പ്നിയ ഓൺ എക്സർഷൻ. ഡിസ്പ്നിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓർമ്മയുണ്ടോ? ബ്രീത്തിങ് വളരെ ലോ ആവുന്നത്, ഡൾ ആവുന്നത്, അല്ലെ, വളരെ അബ്നോർമൽ ആകുന്ന ഒരു അവസ്ഥ. DOE അത് നമ്മൾ എക്സ്റ്റേണലി എന്തെങ്കിലും എക്സേർട്ട് ചെയ്തപ്പോഴും ആ ബ്രീത്തിങ് ലോ തന്നെ എന്നുള്ള ഒരു കണ്ടീഷൻ കാണിക്കാനാണ് DOE യൂസ് ചെയ്യുന്നത്. DON ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, അത് ആ പ്രൊഫഷണലിന്റെ അവരുടെ ഒരു പൊസിഷനാണ്, ഡയറക്ടർ ഓഫ് നഴ്സിംഗ് DON. DOS ഡെഡ് ഓൺ സീൻ, കണ്ടപ്പോ തന്നെ മരിച്ചു, ഡെഡ് ഓൺ സീൻ. DPT നമുക്കറിയാം, നമ്മുടെ DPT വാക്സിനേഷനിൽ കൊടുക്കുന്ന ഈ ഇതിന് വേണ്ടിയിട്ട് 3 അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഇമ്മ്യൂണൈസേഷൻ വാക്സിനേഷൻ കൊടുക്കുന്നത് ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. അല്ലെ, പെർട്ടൂസിസ് എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമ, വൂമ്പിംഗ് കഫ് എന്നും പറയും. ഡിഫ്തീരിയ ഒരു ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഫീവർ, ടെറ്റനസും അത് തന്നെ. ടെറ്റനസ് അതിനുള്ള വാക്സിൻ ആണ് DPT. DST ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ്, അത് അണുനശീകരണമായിട്ട് സ്റ്റെറിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ്. ഒരു വൂണ്ടൊക്കെ വന്ന് അതിനെ ഡ്രൈ ആയിട്ട് സ്റ്റെറൈൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഡ്രസ് ചെയ്യുന്നു, DST. DTaP ഡിഫ്തീരിയ, ടെറ്റനസ്, ടോക്സോയിഡ്സ് ആൻഡ് അക്സെസുലർ പെർട്ടൂസിസ് വാക്സിൻ, മറ്റേ DPT പോലെ തന്നെ DTaP. DTPയും അത് തന്നെ, DPT, DTP, DTaP സെയിം. Okay, next DTS, delirium. DTS delirium tremens, ഈ നമ്മൾ കേട്ടിട്ടില്ലേ, മദ്യദുരന്തം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആൽക്കഹോൾ ചില സമയത്ത് പോയിസൺ ആകുന്നു, അവരെന്തെങ്കിലും മിക്സ് ചെയ്യുമ്പോഴേക്കും വിഷമദ്യം കഴിച്ച ആളുകൾ മരിച്ചു, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ സിവിയർ കണ്ടീഷനിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ കേൾക്കുന്നത് കുറവാണ്. DTS ഡെലിറിയം ട്രെമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ പോയിസണിങ് കാരണം ഔട്ട് ഓഫ് കൺട്രോൾ ആകുന്ന ഒരു അവസ്ഥ. DVT ഡീപ് വെനസ് ത്രോംബോസിസ്, ഞാൻ എന്താ പറഞ്ഞു, ഡീപ് വെനസ് ത്രോംബോസിസ്. D5W ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ. ഡെക്സ്ട്രോസ് വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നു, എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അത് 5% വാട്ടറിന് മിക്സ് ചെയ്യുന്നതാണ്. ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവര് പ്രിസ്ക്രിപ്ഷൻ എഴുതുമല്ലോ. ഡെക്സ്ട്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വീറ്റി ആയിട്ടുള്ളതാണ്, ഗ്ലൂക്കോസ് ആണ്, ഒരു ടൈപ്പ് ഓഫ് ഗ്ലൂക്കോസ് ആണ്. അത് ചില സ്വീറ്റ് ഫ്രൂട്ട്സിലും അതുപോലെ തന്നെ തേനിലും കാണുന്ന സ്വീറ്റ് ആണ് ഡെക്സ്ട്രോസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഷുഗർ ലെവൽ, ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ ഷുഗർ ലെവൽ വല്ലാതെ താഴ്ന്നു വരുവാണെങ്കിൽ ചിലപ്പോൾ ഇത് മിക്സ് ചെയ്ത വെള്ളത്തിൽ കലക്കി കൊടുക്കുമായിരിക്കും. അതായിരിക്കും D5W. ഡെക്സ്ട്രോസ് 5% വാട്ടറിൽ മിക്സ് ചെയ്യുക. ഡെക്സ്ട്രോസ് 5% വാട്ടർ. DH ഡയഗ്നോസിസ് ചെക്ക് ചെയ്യുന്നത്, ECG നമുക്കറിയാം, ഇലക്ട്രോ കാർഡിയോഗ്രാം, ഹാർട്ടിന്റെ ബീറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നത്. ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. EDC എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. നമുക്ക് പ്രഗ്നൻസിയുടെ 3rd
പറയാ ആ ഒരു ടേം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഡെലിവറിക്ക് പ്രിപ്പയർ ആയ ഡെലിവറിക്ക് റെഡി ആകുന്ന ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ് ഇല്ലേ, അതാണ് EDC എന്ന് പറയുന്നത്, എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം, ബ്രെയിനിന്റെ ഇത് റീഡിങ്സ് മാർക്ക് ചെയ്യുന്നത്. ECG ഹാർട്ട് ആണെങ്കിൽ EEG ബ്രെയിൻ. EG എക്സാമ്പിൾ EKG ഇലക്ട്രോ കാർഡിയോഗ്രാം ഹാർട്ടിന്റെ തന്നെ. ENT ഇയർ നോസ് ആൻഡ് ത്രോട്ട്, ഇതൊക്കെ നമ്മൾ കോമൺലി നമ്മൾ ഫെമിലിയർ ആണല്ലോ. ER എമർജൻസി റൂം, ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ER എമർജൻസി റൂം. ET എൻഡോട്രക്കിയൽ ട്യൂബ്, ചില സമയത്ത് ആളുകൾക്ക് ഈ ബ്രീത്തിങ് നോർമലി ബ്രീത്തിങ് പ്രശ്നമാകുമ്പോഴേക്ക് ത്രോട്ടിന്റെ വളരെ ചെറിയ ഹോൾഡ് ചെയ്തിട്ട് ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യില്ലേ, എന്നിട്ട് അങ്ങനെ ബ്രീത്തിങ് നടത്തുന്നു. പിന്നെ ചിലപ്പോൾ ആളുകൾക്ക് ചില എന്തെങ്കിലും ഒരു ആക്സിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ, ഇപ്പൊ ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരുടെ വോയിസ് ചിലപ്പോൾ പോകും. അതിന് പകരം ഇവിടെ ഒരു ചെറിയൊരു ഇൻസെർഷൻ ചെയ്തിട്ട് അവിടെ ഒരു മെഷീൻ വെക്കും, എന്നിട്ട് അതിൽ പ്രസ് ചെയ്ത് അവര് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നേ, അതൊക്കെ ഇത് റിലേറ്റഡ് ആണ്. ETA എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. ETOH ഈഥൈൽ ആൽക്കഹോൾ. ETT എൻഡോട്രക്കിയൽ ട്യൂബ്, നിങ്ങൾ മറ്റേ നേരത്തെ പറഞ്ഞ ET എൻഡോട്രക്കിയൽ ട്യൂബ് തന്നെയാണ് ETT. ഡിഗ്രി F എന്ന് പറഞ്ഞാൽ ഫാരൻഹീറ്റ്. നമുക്ക് ടെമ്പറേച്ചർ 2 യൂണിറ്റ്സിൽ പറയാം, ഡിഗ്രി സെൽഷ്യസിലും പറയാം, ഡിഗ്രി ഫാരൻഹീറ്റിലും പറയാം അല്ലെ. ചില തെർമോമീറ്ററിൽ ഡിഗ്രി സെൽഷ്യസിലായിരിക്കും മാർക്ക് ചെയ്യുന്നത്, ചിലരിൽ ഫാരൻഹീറ്റിലായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം ഞാനൊന്ന് വായിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ അങ്ങനെ എല്ലാം പഠിക്കൊന്നും വേണ്ട, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് മാത്രം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. FiO2 ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ. FBS നമുക്ക് ലാബ് ടെസ്റ്റിലെ ഡോക്ടർ എഴുതില്ലേ, FBS കണ്ടിട്ട് വരുന്നത് ഫാസ്റ്റിങ്ങിലെ ബ്ലഡ് ഷുഗർ, അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള ഷുഗറിന്റെ അളവ് നോക്കാൻ. Fe അയൺ. FHR ഫീറ്റൽ ഹാർട്ട് റേറ്റ്, നമ്മുടെ ഫീറ്റസിന്റെ അതായത് അമ്മയുടെ വോമ്പല് കുഞ്ഞ് കിടക്കുന്ന സമയത്ത് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ്സ് നോക്കും, അതാണ് FHR ഫീറ്റൽ ഹാർട്ട് റേറ്റ്. FHT ഫീറ്റൽ ഹാർട്ട് ടോൺ. FHX ഫാമിലി ഹിസ്റ്ററി. FL ഫെംറ്റോലൈറ്റർ പറയാം. ഫെംറ്റോ കാണുന്നില്ല. FL ഫെംറ്റോലൈറ്റർ, പക്ഷെ ഈ FL എവിടെയോ മാർക്ക് ചെയ്തതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. $1/4 ഓഫ് ട്രില്യൺ അങ്ങനെ ഒരു മെഷർമെന്റ് ആണെന്ന് തോന്നുന്നു FL എന്ന് പറയുന്നത്, ഫെംറ്റോലൈറ്റർ. ഒരു മീറ്ററിന്റെ എത്രയോ കുറവ്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വാല്യൂ ആണ്. ഈ മെട്രിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈക്വൽ ടു 1 ക്വാഡ്രിൽനത്ത് ഓഫ് എ മീറ്റർ. ഒരു 1/10⁻⁻⁵ അത്രയും കണ്ട് ഒരു മീറ്ററിന്റെ വരുന്നത് കണ്ട് തോന്നും. ഈ ഫെംറ്റോ എന്ന് പറയുന്നത് ഫെംറ്റോ ലിറ്റർ ആകുമ്പോൾ അത്രയും മീറ്ററിന് പകരം അത്രയും ഹൈറ്റ്. FL ഫ്ലൂയിഡ്. FLDയും ഫ്ലൂയിഡ് ആണ്. FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഫോളിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത് ഫാക്ടർ കൂട്ടുന്നതാണ് ഫോളിക്കിൾസ്. മുടിയുടെ ആണെങ്കിലും അങ്ങനെയൊക്കെ ഗ്രോ നഖത്തിന്റെ അങ്ങനെ ഫോളിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഫാക്ടർ കൂട്ടുന്നതാണ്. അപ്പൊ അതിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് FSH. FX ഫ്രാക്ചർ. G-gram അതറിയാം. GB ഗാൾ ബ്ലാഡർ, പിത്ത സഞ്ചി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ല, പിത്തരസമുള്ളത് ഗാൾ ബ്ലാഡർ. GI ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ, നമ്മുടെ വയറുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ ഉടലും എല്ലാം വയറിനകത്തെ എല്ലാ ഓർഗൻസും. GM ഗ്രാം. GR ഗ്രെയിൻ. ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ധാതുക്കൾ ലൈക്ക് എന്തെങ്കിലും വീറ്റ് അങ്ങനെ കോൺ അങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങൾ. GSW ഗൺ ഷോട്ട് വൂണ്ട്. ഗൺ ഷോട്ട് ആയിട്ട് ഒരാൾ വരുവാണെങ്കിൽ GSW എന്ന് അവർ മാർക്ക് ചെയ്ത് വെക്കും. GTT ഡ്രോപ്സ്, അത് ക്യാപിറ്റൽ വരുമ്പോൾ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. GU ജെനിറ്റോ യൂറിനറിയുമായി ബന്ധപ്പെട്ടതാണ് GU. GYN ഗൈനക്കോളജി. H അവർ, ക്യാപിറ്റൽ H ഹൈപ്പോഡെർമിക്.
അത് ബ്രാക്കറ്റ് ഇടുമ്പോൾ ഹൈപ്പോഡെർമിക്കും ബ്രാക്കറ്റ് ഇല്ലാതെ ഹൈപ്പോഡെർമിക് തന്നെയാണ്. രണ്ടും കാണിച്ചാൽ അത് ഹൈപ്പോഡെർമിക് ആണ്. ഡെർമറ്റോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. H&H ഹീമോഗ്ലോബിൻ ആൻഡ് ഹെമാറ്റോക്രിറ്റ്. ഹീമോഗ്ലോബിൻ നമ്മുടെ ബ്ലഡിലെ HB നമ്മൾ പറയുന്നത് അതാണ് ഹീമോഗ്ലോബിൻ. ഇപ്പൊ H&H എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലാബ് ടെസ്റ്റുകൾക്ക് H&H പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിനും ഹെമാറ്റോക്രിറ്റും അതിനകത്തെ കണ്ടന്റ് നോക്കുക. H&P ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ. ഒരു പേഷ്യന്റിന്റെ ഹിസ്റ്ററിയും ഫിസിക്കൽ കണ്ടീഷനും ആയിരിക്കും H&P. H-bar എന്ന് പറഞ്ഞാൽ ഹെഡിക്. HB ഹീമോഗ്ലോബിൻ അത് നമുക്കറിയാം. HCT ഹെമാറ്റോക്രൈറ്റ്. HG മെർക്കുറി അത് പഠിച്ചിട്ടുണ്ട് നമ്മൾ സ്കൂളുകളിൽ. HGBയും ഹീമോഗ്ലോബിൻ ആണ്. HB കുറവാണ് ബ്ലഡിൽ എന്നൊക്കെ പറയില്ല, അനീമിക് ആണ്. HB കുറയുമ്പോൾ അനീമിക് ആണെന്ന് പറയും. HGB ഹീമോഗ്ലോബിൻ. HH ഹയാറ്റൽ ഹെർണിയ. ഹെർണിയ എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടാവില്ലേ, നമ്മുടെ കുടലിന്റെ ഭാഗത്ത് ചെറിയ വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാക്കണതല്ല, സാധാരണ മെയിലാണ് അത് കാണുന്നത്. ഒരു ചെറിയ ഗ്രോത്ത് പോലെ വരും. അതിങ്ങനെ എല്ലാവർക്കും ഉള്ളതാണ്, പക്ഷെ ചിലർക്ക് അത് വളരും. അപ്പൊ അത് അവരത് സർജറി ചെയ്ത് കളയും. ഹെർണിയ. HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV AIDS നമ്മൾ പറഞ്ഞില്ലേ, ഹ്യൂമോ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കുന്ന വൈറസ് HIV. H2O വാട്ടർ. H2O ഹൈഡ്രജൻ പെറോക്സൈഡ്. ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ നമുക്ക് വീടുകളിലും യൂസ് ചെയ്യാം. ചിലര് നെയിൽസ് ക്ലീൻ ചെയ്യാനായിട്ട് വീടുകളിൽ ഇങ്ങനെ ഹൈഡ്രജൻ പെറോക്സൈഡ് വാങ്ങിച്ചു വെക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഒഴിക്കുമ്പോഴേക്കും അതിന്റെ ഉള്ളിൽ നിന്ന് അഴുക്ക് പുറത്തേക്ക് വരെ അങ്ങനെ ക്ലീൻ ചെയ്യും. പക്ഷെ നഖം പൊടിഞ്ഞു പോകുന്നൊക്കെ പറയണേക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ്. ചില ബ്യൂട്ടി പാർലറിലൊക്കെ ചെല്ലുമ്പോൾ അവർ ഈ പെഡിക്യൂർ ഒക്കെ ചെയ്യുമ്പോൾ ഈ H2O ഹൈഡ്രജൻ പെറോക്സൈഡ് അവിടെ സൂക്ഷിക്കുന്നതാണ്. നെക്സ്റ്റ് HPI ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനസ്. പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ ഇൽനസിന്റെ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് HR അവർ. Hഉം അവരായിരുന്നു, HRഉം അവരാണ്. HS അറ്റ് ബെഡ് ടൈം. എന്തെങ്കിലും മെഡിസിൻസ് ബെഡ് ടൈമിലുണ്ടെങ്കിൽ അത് കാണിക്കാൻ കൊടുക്കാം. HTN ഹൈപ്പർ ടെൻഷൻ. HX ഹിസ്റ്ററി. HZ ഹേർട്സ്. IANDO ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്. IC ഇൻട്രാ കാർഡിയാക് നമുക്കറിയാലോ. ICU ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ, അതും ഇന്റൻസീവ് കെയറും IC പറയാം. ഇന്റൻസീവ് കെയർ യൂണിറ്റ് താഴെയുണ്ട്. ICP ഇൻട്രാക്രാനിയൽ പ്രഷർ, ഉള്ളിന്റെ ഉള്ള പ്രഷർ. അടുത്തത് IDDM ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. പല ടൈപ്പ് ഡയബറ്റിസ് ഉണ്ടല്ലോ, ടൈപ്പ് 1 ടൈപ്പ് 2 എന്നൊക്കെ പറഞ്ഞത്. ചിലത് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയിരിക്കും. അതായത് ചില പേഷ്യൻസിൽ ഇത് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഇൻസുലിൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, റെസിസ്റ്റ് ചെയ്യും. ഷുഗർ അപ്പോഴും കൂടി തന്നെ നിൽക്കും. അവർക്ക് ഇൻസുലിൻ കൊടുക്കാൻ പറ്റില്ല, മെഡിസിൻ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. ചിലർ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ആയിരിക്കും. അങ്ങനെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇൻസുലിൻ കൊടുക്കാനായിട്ട് പറ്റും. IM ഇൻട്രാമസ്കുലർ. IU ഇൻട്രാവെനസ്. IPB ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്. നമ്മള് ബ്രീത്തിങ് ഇഷ്യൂസ് ആയിട്ട് പേഷ്യൻസ് അഡ്മിറ്റ് ആകുന്നു. പേഷ്യന്റ് ഓരോ സ്റ്റേജിലും ക്യൂർ ആകുന്ന സ്റ്റേജിൽ ഉള്ള പേഷ്യന്റ് ബ്രീത്തിങ്ങും എല്ലാം ഇങ്ങനെ മെഷർ ചെയ്തെടുക്കുമല്ലോ. അപ്പൊ പോസിറ്റീവായിട്ട് ബ്രീത്തിങ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഇതും ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. IPB അതാണ് ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്. ഇടയ്ക്ക് ചിലപ്പോൾ വെന്റിലേറ്റർ കൊടുത്തിട്ടുണ്ട്, സപ്പോർട്ട് കൊടുത്തിട്ടുള്ള പേഷ്യന്റ് ആയിരിക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് വെന്റിലേറ്റർ മാറ്റി നോക്കും, എന്നിട്ട് ബ്രീത്തിങ് നോക്കും. പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് നോട്ട് ചെയ്യും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നു. ഈ IPB അതാണ്. IUD ഇൻട്രോ യൂട്രൈൻ ഡിവൈസ്, കോൺട്രാസെപ്റ്റീവ് ഡിവൈസ്, ഉള്ളിലേക്ക് വെക്കുന്ന രീതിയിലുള്ള ഡിവൈസ് അതാണ് കോൺട്രാസെപ്റ്റീവ്. അകത്തേക്ക് എന്നുള്ള രീതിയിലാണ് കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ആണ് IUD. IV ഇൻട്രാവെനസ്. IV കൊടുക്കുക എന്ന് പറയാറില്ലേ, ഇൻട്രാവെനസ്. JVD ജുഗുലർ വെനസ് ഡിസ്റ്റൻഷൻ. ജുഗുലർ വെയിൻ നമ്മുടെ ഈ ഒരു ഭാഗത്താണ്, കഴുത്തിന്റെ ഈ ഒരു ഭാഗത്താണ്. ഈ ആൾക്കാർ സൂയിസൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കയറ് മുറുകി പെട്ടെന്ന് തന്നെ ഡെത്ത് സംഭവിക്കാൻ കാരണം ജുഗുലർ വെയിൻ കട്ടാവുന്നതാണ്. നമ്മൾ ചില മൂവീസിലൊക്കെ കാണാം, ചില ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള കില്ലേഴ്സ് അവർ ഇവിടെ പെട്ടെന്ന് തന്നെ കത്തികൊണ്ടോ വല്ലതും അവരവിടെ ഒരു പോക്ക് ചെയ്യും. അപ്പൊ പെട്ടെന്ന് തന്നെ ആള് ഡെത്ത് ആവും. അങ്ങനത്തെ അതാണ് ആ വെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജുഗുലാർ വെയിൻ, JVD ജുഗുലാർ വെനസ് ഡിസ്റ്റൻഷൻ. K+ പൊട്ടാസ്യം. KCl പൊട്ടാസ്യം ക്ലോറൈഡ്. kg കിലോഗ്രാം. ഇതൊക്കെ നമുക്ക് അറിയാലോ. KUB കിഡ്നീസ്, യൂറിറ്റസ് ആൻഡ് ബ്ലാഡർ.
അതാണ് KUB, കിഡ്നീസ്, അത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ളത് കിഡ്നി, യൂറട്രസ് ആൻഡ് ബ്ലാഡർ. KVO, കീപ് വെയിൻ ഓപ്പൺ, വെയിൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള പ്രൊസീജിയറിന് വേണ്ടിയിട്ടായിരിക്കാം KVO. ലിറ്റർ, LAC, ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കൊളക്ടമി അല്ലെങ്കിൽ ലാസറേഷൻ. ലാപ്രോസ്കോപ്പി ചെയ്യാൻ നമ്മൾ കേട്ടിട്ടില്ലേ. LBS, വെയിറ്റ് പറയാം, നമ്മളിപ്പോ kg പറഞ്ഞ പോലെ പൗണ്ടില് പറയുന്നതാണ് LBS. LE, ലോവർ എക്സ്ട്രിമിറ്റി, ലെഫ്റ്റ് ഐ, ലൂപ്പസ് എറിത്തമെറ്റോസിസ്. ലെഫ്റ്റ് ഐക്കും ലോവർ എക്സ്ട്രിമിറ്റി, അങ്ങനെ LE എന്നുള്ള ഒരു നൊട്ടേഷൻ, ഒരു അബ്രിവേഷൻ യൂസ് ചെയ്യുന്നത് അതിനെല്ലാം. LLL, ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദി ലങ്. ലങ്ങിന് രണ്ട് പാർട്ട് ഉണ്ടല്ലോ, റൈറ്റും ലെഫ്റ്റും ഉണ്ട്. അതിലെ ലെഫ്റ്റ് ലോബിനെയാണ്, ലങ്ങിന്റെ ലെഫ്റ്റ് ലോബ് പാർട്ടിനെയാണ് LL എന്ന് പറയുന്നത്. LLQ എന്ന് പറയുന്നത് ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദി അബ്ഡോമൻ. നമ്മുടെ വയറിനെ ഒരു 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ലെഫ്റ്റിലെ താഴത്തെ പാർട്ട്, അതാണ് LLQ. LBARM, ലിറ്റേഴ്സ് പെർ മിനിറ്റ്. LMP, ലാസ്റ്റ് മെൻസ്ട്രൽ പീരിയഡ്. പീരിയഡ്സ് ആവാതെ ചിലപ്പോൾ ഡോക്ടർ ചോദിക്കും ലാസ്റ്റ് പീരിയഡ്സ് ആയ ടൈം ഏതാന്ന് ചോദിക്കും, അതാണ് LMP. LOC, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. അപ്പം കോൺഷ്യസ് അല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ പതുക്കെ പതുക്കെ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ തുടങ്ങും, അപ്പൊ അങ്ങനെ കൈയനക്കാനും അങ്ങനെയൊക്കെ പോകും. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. ലോസ് ഓഫ് കോൺഷ്യസ്നെസ്സും അതാണ്. LPM നേരത്തെ പറഞ്ഞു, ലിറ്റേഴ്സ് പെർ മിനിറ്റ്. LBARM എന്ന് പറഞ്ഞത് തന്നെ. LPN, ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സസ്. ലൈസൻസ് ഉള്ള നഴ്സ്, രജിസ്റ്റേർഡ് ആയിട്ട് ഓതറൈസ്ഡ് സെന്ററിൽ പഠിച്ച രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള നഴ്സ്. LR, ലാക്ടേറ്റ് റിവേഴ്സ്. ലാക്ടേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും വുമൺ റിലേറ്റഡ് ആണ്. ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബേബിക്ക് കുടിക്കാൻ വേണ്ടി, ബ്രസ്റ്റ് ഫീഡിന് വേണ്ടിയിട്ട്. അതാണ് ഇത്, അത് ലാക്ടേറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാം അത് റിലേറ്റഡ് ആയിരിക്കും. അടുത്തത് യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ്സ്, അങ്ങനെയുള്ളതൊക്കെയാണ് വരുന്നത്. LSD എന്ന് പറയുന്നത് ലൈസർജിക് ആസിഡ് ഡൈഈത്തലമൈഡ്. അതൊക്കെ നിങ്ങൾ അങ്ങനെ പഠിക്കൊന്നും വേണ്ട, കാരണം വെച്ചാൽ ഇത് നമ്മളിപ്പോ കെമിക്കൽ ലാബിലോ അല്ലെങ്കിൽ ബയോടെക്നോളജി ലാബിലോ പാത്തോളജിയിലൊക്കെയാണ് നമുക്കിപ്പോ നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന നമുക്ക് ആ ഒരു ഡ്യൂട്ടി കിട്ടിയിരിക്കുന്നെങ്കിൽ അവിടെയൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും ഈ ഇങ്ങനെയുള്ള മെർക്കുറി, അതുപോലെ പലതും വന്നല്ലോ, ഹൈഡ്രജൻ പെറോക്സൈഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. LUL, ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദി ലങ്. നമ്മുടെ ലങ്സിന്റെ ലെഫ്റ്റ് അപ്പർ ലോബ്. LUK, ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദി ലങ്. LUKയും LULഉം അത് തന്നെ. LVN, ലൈസൻസ്ഡ് വൊക്കേഷണൽ നഴ്സ്. ലൈസൻസ് ഉള്ള ഒരു നഴ്സ്, വൊക്കേഷണൽ നഴ്സ്. MEAT, MEE, മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ്. എല്ലാ ഇതിലേക്ക് സൈഡിലേക്കും മൂവ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പോ അൺകോൺഷ്യസ് ആയിട്ടൊരു പേഷ്യന്റിനെ കൊണ്ടുവന്നു, പേഷ്യന്റ് ഡേ ബൈ ഡേ അല്ലെങ്കിൽ ടൈം ബൈ ഡേ പേഷ്യന്റിന് ചേഞ്ചസ് ഉണ്ടാകുന്നു, അതെല്ലാം ഇവരെ മാർക്ക് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. വരുമ്പോ മൂവിങ് ഒന്നും ഉണ്ടായില്ല, വിരലനക്കാൻ തുടങ്ങി, കാലനക്കാൻ തുടങ്ങി, ലിപ്സ് ഇങ്ങനെ അനക്കാൻ തുടങ്ങി, കണ്ണിന്റെ ഈ ഐബോള് മൂവ് ചെയ്യാൻ തുടങ്ങി, അങ്ങനെയൊക്കെ ഓരോ സ്റ്റാറ്റസ് ചേഞ്ച് ഉണ്ടാവുമല്ലോ പേഷ്യൻസിനെ, അതെല്ലാം റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് ഇത്. മീൻ ആർട്ടീരിയൽ പ്രഷർ, ആർട്ടറിയിലെ മീൻ പ്രഷർ. MCG, മൈക്രോഗ്രാം, വളരെ ചെറിയ ക്വാണ്ടിറ്റി കാണിക്കാനാണ് MCG യൂസ് ചെയ്യുന്നത്. MCL, മിഡ് ക്ലാവിക്കുലർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ്. ചെസ്റ്റിന്റെ ഫങ്ഷനിങ്ങിൽ, അപ്പൊ ചെസ്റ്റിനെ നമ്മള് ചെസ്റ്റിന്റെ ഭാഗത്ത് ലങ്സ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്, അപ്പൊ അതിന് ഒരു ബൗണ്ടറി ലൈൻ പോലെ ഒരു ലൈൻ നമ്മൾ സ്റ്റാൻഡേർഡ് ലൈൻ സെറ്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ പറയുന്നതാണ് MCL, മിഡ് ക്ലാവിക്കുലർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ്. MEQ,
മില്ലി ഇക്വലന്റ്, അതും ചെറിയ ക്വാണ്ടിറ്റി കാണിക്കാനായിട്ട്. mg മില്ലിഗ്രാം, വളരെ ചെറുത്. mi മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് റിലേറ്റഡ് ആണ്. MICU മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഹോസ്പിറ്റലിലെ ഒരു സെഷനാണ് MICU. മിനിറ്റ്, ml മില്ലിലിറ്റർ, millimeter at a small quantity, mmHg മെർക്കുറിയുടെ ചെറിയൊരു അളവ്, millimeters of mercury. MRI സ്കാൻ ഇല്ലേ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. MS മോർഫിൻ സൾഫേറ്റ്, പെയിൻ കില്ലർ ആയിട്ട് കൊടുത്തില്ലേ മോർഫിൻ, അതാണ് മോർഫിൻ സൾഫേറ്റ്. അല്ലെങ്കിൽ സ്ക്ലിറോസ്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. MSO4 മോർഫിൻ സൾഫേറ്റ് ആണ്. MVA മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്, MVC മോട്ടോർ വെഹിക്കിൾ ക്രാഷ്, വണ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടുക അല്ലെങ്കിൽ വെഹിക്കിൾ ആക്സിഡന്റ്, അതാണ് MVAയും MVC. ബോറിംഗ് ആയത്. MVP മിച്ചൽ വാൽ പ്രൊലാപ്സ് ആണ് MVP. കുറച്ച് കോമൺ ആയിട്ടുള്ള നിങ്ങൾക്ക് തന്ന ലിങ്കിൽ നിന്ന് ഞാനൊന്ന് പറയാം. BP അറിയാം, ബ്ലഡ് പ്രഷർ. BR ബെഡ് റെസ്റ്റ്. BS ബവൽ സൗണ്ട്സ്, നമ്മുടെ വയറിൽ നിന്നും ചില സൗണ്ട് ഒക്കെ വരുമല്ലോ. പിന്നെ BS ബ്രെത്ത് സൗണ്ട്സ്, കാരണം ഇപ്പൊ ബവൽ ഇഷ്യൂ ആയിട്ട് വരുന്ന പേഷ്യന്റിന് അൺയൂഷ്വൽ ആയിട്ടുള്ള സൗണ്ട്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ BS. പിന്നെ ബ്രീത്തിങ് നോർമൽ അല്ലെങ്കിൽ BS ബ്രീത്ത് സൗണ്ട്സ്. പിന്നെ BS എന്ന് പറയുന്നത് ബെഡ് സൈഡ്, ഇതൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ ലിങ്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. CA കാർഡിയാക് അറസ്റ്റ്, CA ക്യാപിറ്റൽ ലെറ്ററിൽ കാർഡിയാക് അറസ്റ്റ് ആണ്. സെയിം തന്നെ Cയും Aയും ക്യാപിറ്റൽ ലെറ്ററിൽ ക്യാൻസറിനും പറയും. പിന്നെ CBC നമ്മൾ പറഞ്ഞിരുന്നു, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. പിന്നെ മെഡിസിൻ കഴിച്ചു, 1 വീക്ക് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. 1 വീക്ക് കഴിഞ്ഞാൽ റിവ്യൂ ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടർ COMT സ്മോൾ ലെറ്ററിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂ തന്നെ തുടരാനായിട്ടുള്ളതാണത്. CT സ്കാൻ കേട്ടിട്ടുണ്ടല്ലോ, CT കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി ആണ് CT. DBARC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കണ്ടിന്യൂ, നമ്മളിവിടെ കണ്ടിന്യൂ പറഞ്ഞല്ലോ, കണ്ടിന്യൂ നമ്മൾ എന്താ പറഞ്ഞത്, DBARC ഡിസ്കണ്ടിന്യൂ. DC D capital C capital ഡിസ്ചാർജ്. DNK do not know. DNKA did not keep appointment. ഡോക്ടേഴ്സിന് ഒരു ലിമിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം ലീവ് ആണെങ്കിൽ ഡോക്ടർക്ക് കൊടുക്കാം DNK. DNT did not ടെസ്റ്റ് ചെയ്യണ്ട. DOB നമുക്കറിയാം, ഡേറ്റ് ഓഫ് ബർത്ത്. DBART സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ D2. ഇന്നലെ തന്ന ലിങ്കിലെയാണല്ലോ ഞാൻ വായിക്കുന്നത്. എക്സാമിന് എക്സാമിനേഷൻ, EXT എന്ന് എഴുതി കഴിഞ്ഞാൽ എക്സ്റ്റേണൽ, എക്സ്റ്റീരിയർ. FH ഫാമിലി ഹിസ്റ്ററി. FBARU ഫോളോ അപ്പ്, ഇതൊക്കെ കോമൺ ആയിട്ട് മെഡിക്കലിൽ യൂസ് ചെയ്യാവുന്നത്. നമുക്ക് എസിയും ആണ് അത്. FX F ക്യാപിറ്റൽ X സ്മോൾ ലെറ്റർ ഫ്രാക്ചർ. സ്മോൾ ലെറ്ററിൽ GN കൊടുത്തു കഴിഞ്ഞാൽ ജനറൽ. GL യൂസ് ചെയ്യുന്ന സ്മോൾ ലെറ്റർ കൊടുത്ത ഗ്ലൂക്കോസ്. GP ജിയും പിയും ക്യാപിറ്റൽ ജനറൽ പ്രാക്ടീഷണർ, നമ്മൾ നോർമലി കാണുന്ന ജനറൽ മെഡിസിനിലെ ഡോക്ടർ. പിന്നെ കുറച്ചുകൂടെ എനിക്ക് ഈസി ആയിട്ട് ആ ലിങ്കാണ് തോന്നുന്നത് ഇതിനേക്കാളും. HEP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം എക്സസൈസ് പ്രോഗ്രാം, വീട്ടിൽ ചെയ്യേണ്ട ചില ആക്ടിവിറ്റീസ് പറഞ്ഞു കൊടുക്കില്ലേ, ഹോം HEP ഹോം എക്സസൈസ് പ്രോഗ്രാം. പിന്നെ എല്ലാ ക്യാപിറ്റൽസ്, അതായത് HEENT ഹീൻഡ് എന്ന് പറയുവാണെങ്കിൽ അത് കുറച്ചുകൂടെ എളുപ്പമാണ്. ഹീൻഡ് എന്ന് പറഞ്ഞാൽ അതിൽ H ഉണ്ട്, 2 E ഉണ്ട്, പിന്നെ NT ഉണ്ട്. H എന്ന് പറയുന്നത് ഹെഡ്, ഫസ്റ്റ് E ഐസ്, രണ്ടാമത്തെ E ഇയേഴ്സ്, N നോസ്, T ത്രോട്ട്. ഹെഡ്, ഐസ്, ഇയേഴ്സ്, നോസ്, ത്രോട്ട്, അതാണ് ഹീൻഡ്.
കുറച്ചുകൂടി ഈസി അതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഈ ലിങ്ക് കുറെ ഉണ്ടെങ്കിലും ലിങ്ക് കുറച്ചുകൂടി ഈസി ഉണ്ട്. LOS ലെങ്ത് ഓഫ് സ്റ്റേ. ഒരു പേഷ്യന്റ് വരുവാണെങ്കിൽ പേഷ്യന്റ് എത്ര നാൾ അവിടെ നിൽക്കണം അങ്ങനത്തെ കാര്യങ്ങൾ. LW ക്യാപിറ്റൽ ആണ്, ലിവിങ് ആൻഡ് വെൽ. സ്മോൾ ലെറ്റർ M കൊടുത്തു കഴിഞ്ഞാൽ മാരീഡ്, മെയിൽ, മദർ, അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ എമ്മിനും. അത് പിന്നെ മോളാർ, മാസ്, മീറ്റർ, അതെല്ലാം ആ എം. നമ്മളിവിടെ എം ആകെ മീറ്ററിന് മാത്രമേ നമ്മൾ പാടുള്ളൂ. മാരീഡ് ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ചില ഹിസ്റ്ററി എഴുതുമല്ലോ. MD മിഡ് നൈറ്റ് സ്മോൾ ലെറ്റർ ആണ്. MED സ്മോൾ ലെറ്റർ കൊടുത്താൽ മെഡിസിൻ. ഉണ്ട്, ഇത് റിസൾട്ട് വരെയും കുറെ ഉണ്ട്. എന്തായാലും നിങ്ങളുടെ നോട്ടിലുള്ളത് നമുക്കൊന്ന് വായിച്ചു പോവാം. ലിങ്കിലുള്ളത് നല്ലപോലെ ഒന്ന് നോക്കുക. പിന്നെ ബൈ പ്രാക്ടീസ് ഇത് ഫെമിലിയർ ആകും എന്ന് വിശ്വസിക്കാം. NaCl സോഡിയം ക്ലോറൈഡ്, Na N-bar അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ് അല്ലെ, നോട്ട് ആപ്ലിക്കബിൾ. Na സോഡിയം ആണ്, ചുമ്മാ N കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ. NAD നോ അപ്പാരന്റ് ഡിസ്ട്രസ്, നോ അപ്രീഷിയബിൾ ഡിസീസ്, അതായത് അസുഖങ്ങളുടേതായിട്ടൊന്നും ഒരു സയൻസും കാണുന്നില്ല. പിന്നെ NaCO3 സോഡിയം ബൈകാർബണേറ്റ്. NC നേസൽ കാനുല, മൂക്കിലൂടെ ട്യൂബ് ഇടുന്നില്ലേ അത്. NG നാസോ ഗ്യാസ്ട്രിക്. NICU കുട്ടികളുടെ ICU ആണ്, നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. NIDDM നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. ഇപ്പൊ നമ്മള് ഡയബറ്റിസ് പല രീതിയിലുണ്ടെന്ന് പറഞ്ഞു. ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഉണ്ട്, ഇൻസുലിൻ ഡിപ്പെൻഡന്റ് അല്ലാത്തതുണ്ട്, അതായത് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ആണ് പറഞ്ഞത്. NKA നോ നോൺ അലർജീസ്, അലർജി ഒന്നും അറിയില്ല എന്നുള്ള NKA. NKDA നോ നോൺ ഡ്രഗ് അലർജി. ഇപ്പം അലർജി പല രീതിയിൽ വരാം, ഭക്ഷണത്തോടാവാം, ഏതെങ്കിലും ക്ലോത്തിനോടാകാം, എന്തെങ്കിലും ആ രീതിയിൽ. പിന്നെ അതുപോലെ മരുന്നിനോട് അലർജി. ഇപ്പൊ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മരുന്നിനോട് അലർജി ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തിനോടെങ്കിലും അലർജി ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പൊ എന്നിട്ട് അവരതിൽ റിപ്പോർട്ടിൽ എഴുതും. NPA നമ്മുടെ ബ്രീത്തിങ് ട്യൂബുമായിട്ട് റിലേറ്റഡ് ആണ്, നാസോ ഫാരൻഷ്യൽ എയർവേ. ഇത് നമ്മുടെ എയർ പോകുന്ന മൂക്കിലൂടെയും വായിലൂടെയും നമുക്ക് എയർ പോകുന്നുണ്ടല്ലേ, അപ്പൊ അതാണ് NPA പറയുന്നത്. NPO നിൽ പെർ OS. NS നോർമൽ സലൈഡ്, സാധാരണയായി നമ്മളുടെ വായിൽ നിന്ന് വരുന്ന നോർമൽ ആയിട്ടുള്ള ഉമിനീര്, അതാണ് NS. NSR നോർമൽ സൈനസ് റിതം, നമ്മുടെ സൈനസിന്റെ ഭാഗത്ത് നോർമൽ റിതമാണ്, കഫക്കെട്ടിൻ്റെതായിട്ടുള്ള സൈൻസ് ഒന്നും കാണുന്നില്ല. NTG നൈട്രോഗ്ലിസറിൻ. N-bar-V നോസിയ ആൻഡ് വോമിറ്റിംഗ്, ഒരു തലകറക്കാൻ പോലെയോ ഛർദിന്റെ ഇതായിട്ടുള്ളത്, അതാണ് NBI. അങ്ങനെ പേഷ്യൻസ് ഒക്കെ അഡ്മിറ്റ് ആകുമ്പോഴേക്കും അവരുടെ കണ്ടീഷൻസ് ഒക്കെ ഈ ഒരു അബ്രിവേഷൻസ് ആയിരിക്കും അവർ ക്ലിനിക്കൽ നോട്ട്സിൽ നോട്ട് ചെയ്യുക. N-bar-V-bar-D നോസിയ, വോമിറ്റിംഗ്, ഡയറിയ എല്ലാം ഉണ്ട്, തലകറക്കം, വോമിറ്റിംഗ്, ലൂസ് മോഷൻ. NVD നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ. നോക്കൂ, ആദ്യത്തെ 208-ാമത്തെയും 209-ഉം യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് സെയിം തന്നെ, പക്ഷെ രണ്ടും രണ്ട് സ്റ്റാറ്റസ് ആണ്. ആദ്യത്തേന് ഹൈഫൺ നമ്മൾ ഇത് ബാർ കൊടുത്തിട്ടു, N-bar-V-bar-D എന്ന്. അടുത്തത് NVD നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ. OT ഓക്സിജൻ, OB ഒബ്സ്ട്രിക്ട്രിക്സ്. അടുത്തത് OBS ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം. ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം. OD ഓവർഡോസ്. റൈറ്റ് ഐ അത് വരും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഔട്ട്സൈഡ് ഡയമീറ്റർ, ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി. കണ്ണുമായിട്ട് റിലേറ്റഡ് ആണ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓവർഡോസ് അപ്പൊ ഏതാണോ കോൺട്രസ്റ്റ് അതിനനുസരിച്ച് എടുക്കണം. OP അറിയാം, ഔട്ട് പേഷ്യന്റ്. OPA ഓറോഫ്രാഞ്ചിയൽ എയർവേ, നമ്മളുടെ എയർവേ നേരത്തെ പറഞ്ഞ എയർവേയുടെ രണ്ട് സ്റ്റേറ്റസ് ആണ് പറഞ്ഞത്. OR ഓപ്പറേഷൻ റൂം, അതൊക്കെ അറിയാം. OS ലെഫ്റ്റ് ഐ. OD റൈറ്റ് ഐ ആണെങ്കിൽ OS ലെഫ്റ്റ് ഐ ആണ്. OU ആണെങ്കിൽ ബോത്ത് ഐസ്. അതൊക്കെ കുറച്ച് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഫെമിലറൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാണാതെ പിടിക്കാൻ ഞാൻ ആരോടും പറയില്ല, ബൈ പ്രാക്ടീസ് ഫെമിലറൈസ് ചെയ്യുക. OZ നമുക്കറിയാം, ഔൺസ്, ഇത്ര ഔൺസ് മരുന്ന് കഴിക്കണം അങ്ങനെയൊക്കെ പറയാറില്ലേ. P- ആഫ്റ്റർ. PC ആഫ്റ്റർ മീൻസ് PCO2 പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ, നമ്മുടെ ബോഡിയിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകുന്ന കാർബൺ ഡയോക്സൈഡ് ചിലപ്പോൾ
പുറത്തേക്ക് ബ്രീത്തിങ് ട്രബിൾ കൊണ്ട് പുറത്തു പോകാതെ ഒരു പ്രഷർ ഉണ്ടാകും. PDR ഫിസിഷ്യൻസ് ഡെസ്ക് റെഫറൻസ്. PE പൾമണറി എംബോളിസം ഫിസിക്കൽ എക്സാമിനേഷൻ. രണ്ടും അത് തന്നെയാണ്. ചെസ്റ്റ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ പൾമണറി എംബോളിസം, അല്ലാതെ എന്തെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ എക്സാമിനേഷനായി PE. PA പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. പേൾസ് നമ്മുടെ കണ്ണിലെ പ്യൂപ്പിൾ ഉണ്ടല്ലോ, ആ പ്യൂപ്പിൾ ഈക്വൽ ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്, ലൈറ്റിനോട് ഈക്വൽ ആയിട്ടും റിയാക്റ്റീവ് ആണെന്ന് കാണിക്കാനാണ് പേൾ പറയുന്നത്. PED അല്ലെങ്കിൽ എസ് കൂടെ വന്ന പീഡിയാട്രിക്സ്, കുട്ടികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് PEDS പീഡിയാട്രിക്സ്. PEEP പോസിറ്റീവ് ആൻഡ് എക്സ്പിറേറ്ററി പ്രഷർ. നമ്മൾ എക്സൽ ചെയ്യില്ലേ, ശ്വാസം പുറത്തേക്ക്, നമ്മൾ അറിയാതെ വരുന്ന ഒരു പ്രോസസ്സാണ് ബ്രീത്തിങ്. അതിൽ എന്തെങ്കിലും ട്രബിൾ വരുമ്പോൾ, ബ്ലോക്കിംഗ് വരുമ്പോഴാണ് നമ്മൾ ആ ബ്രീത്തിങ്ങിന്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറ്. നോർമൽ ബ്രീത്തിങ് നമ്മൾ അറിയുന്നില്ല. നമ്മൾ നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, ചിരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നോർമൽ ബ്രീത്തിങ് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി കോൺഷ്യസ് ആവാറില്ല. പക്ഷെ അതിനൊരു ബ്ലോക്കിംഗ് വരുമ്പോൾ, ഒരു കോൾഡോ അങ്ങനെ എന്തെങ്കിലും ബ്ലോക്കേജ് വരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കോൺഷ്യസ് ആവുന്നു. ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നു. അപ്പൊ അത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആൻഡ് എക്സ്പിറേറ്ററി പ്രഷർ, പുറത്തേക്കുള്ള എക്സ്പിറേറ്ററി പ്രഷർ, എയർ പുറത്തേക്ക് എടുക്കുന്ന ഒരു പ്രഷർ പോസിറ്റീവ് ആണത്. പേൾ നമ്മൾ ഓൾറെഡി PARL പേളും പറഞ്ഞു. PRLും സെയിം തന്നെ. അതിന്റെ പ്യൂപ്പിളിന്റെ ഈക്വൽ ലൈറ്റിനോട് റെസ്പോണ്ട് ചെയ്ത് ഈക്വൽ ആണത്. PRRL പീപ്പിൾസ് ഈക്വൽ റൗണ്ട് ആൻഡ് റിയാക്റ്റീവ് ടു ലെങ്ത്, എല്ലാം ഐ റിലേറ്റഡ് ആണ് വന്നത്. PH ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ, PH ബാലൻസ് പറയില്ലേ, PH എത്രയുണ്ട് നമ്മുടെ ബോഡിയിൽ, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ. PPID പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. PND പാരോക്സിസൈമൽ നൊക്ടൂണൽ ഡിസ്പെനിയ. ഇത് നോർമൽ അല്ലാത്ത ബ്രീത്തിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ് PND. PPID നമ്മുടെ പെൽവിക് ഭാഗത്ത് ഒരു സെല്ലിംഗ് പോലെ വരുന്നതാണ് PPID. ഇതൊക്കെ കണ്ട് പേടിക്കൊന്നും വേണ്ട. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ഇത് നിങ്ങൾക്ക് പഠിച്ച് ഫെമിലറൈസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റാബേസ് മാത്രമേ ഉള്ളൂ. പ്രിഫിക്സും സഫിക്സും റൂട്ട് വേർഡും ഈ അബ്രിവിയേഷൻസും, അത് ഒരു റെഫറൻസും ഒരു ഇടയ്ക്ക് ഒന്ന് സ്റ്റഡി ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ തന്ന ലിങ്കും കൂടെ വെച്ചിട്ട് ഫെമിലറൈസ് ചെയ്യാം. പരീക്ഷയ്ക്ക് ഇതിൽ നിന്നൊന്നും ചോദിച്ചാൽ നഷ്ടപ്പെടത്തില്ല. അതൊക്കെ പേടിക്കില്ല കേട്ടോ. അങ്ങനെ നമുക്ക് കാണാതെ പഠിച്ചൊന്നും ഓർത്തു വെക്കാൻ പറ്റില്ല. നമ്മൾ ബൈ പ്രാക്ടീസ്, ജോലിയുടെ ഒപ്പം തന്നെ ഇതിനെ നമ്മൾ ഫെമിലറൈസ് ചെയ്ത് അങ്ങനെ നമ്മളുടെ ജോബിന്റെ പാർട്ടാക്കാനേ പറ്റുള്ളൂ. ഓക്കെ. TO സ്മോൾ ലെറ്റർ വരുമ്പോ പെർ OS ബൈ മൗത്ത്, എത്ര അളവ്, വായിലൂടെ എത്ര അളവ് എന്ന് പറയില്ലേ, മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോ എന്താ പറയാ, എന്തെങ്കിലും സിറപ്പൊക്കെ ആണെങ്കിൽ. PO ക്യാപിറ്റൽ ആണെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റിംഗ്, ഓപ്പറേഷന് മുമ്പുള്ളത്, മുമ്പല്ല ശേഷം. പോസ്റ്റ് പ്രീ ആണ് മുമ്പ്, പോസ്റ്റ് ഓപ്പറേറ്റിംഗ് ശേഷം. പോസ്റ്റ് OP ഔട്ട് പേഷ്യന്റ് സെഷനിലെ ഔട്ടിക്ക് ശേഷം എന്നുള്ളത്. PO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ, നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഓക്സിജൻ പുറത്തേക്ക് പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, രണ്ടിന്റെ പ്രഷർ വരുന്നത് നമ്മൾ പറഞ്ഞു. PRN പ്രോ റീനേറ്റ ആസ് നീഡഡ്, ആവശ്യത്തിനനുസരിച്ച്. PSI പൗണ്ട് സ്ക്വയർ ഇഞ്ച് മെഷർമെന്റ് ആണ്. PSVT പാരോക്സിസ്മോൾ സൂപ്രാ വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ, ഹാർട്ട് റിലേറ്റഡ് ആണ്. PT പേഷ്യന്റ്, അത് ക്യാപിറ്റൽ ആണെങ്കിൽ ഫിസിയോതെറാപ്പി ഇല്ലേ, ഫിസിക്കൽ തെറാപ്പി. PTA പ്രയർ ടു അഡ്മിഷൻ, അഡ്മിഷന് മുമ്പ്, അത് തന്നെ പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റി ആന്റിസിഡന്റ്. PTT പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റി ടൈം. PVC പോളിവിനൈൽ ക്ലോറൈഡ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രിമച്ചർ വെൻട്രിക്കുലർ കോംപ്ലക്സ്. PVD പെരിഫറൽ വാസ്കുലർ ഡിസീസ്, PVD. QD every day, QH every hour, QID 4 time a day, ദിവസത്തിൽ 4 പ്രാവശ്യം, അതൊക്കെ മെഡിസിന്റെ പ്രിസ്ക്രിപ്ഷനിൽ വരും. QOD every other day. RA റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, വാദം പറയില്ലേ, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. റൈറ്റ് ആർട്രിയം, അതിന് RA പറയും, നമ്മുടെ ഹാർട്ടിന്റെ റൈറ്റ് സൈഡ് ആർട്രിയം. RAD റിയാക്റ്റീവ് എയർവേ ഡിസീസ്. റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ, ഇതെല്ലാം RAD വരും.
എയർവേ നമ്മുടെ ബ്രീത്തിങ്ങുമായിട്ട് റിലേറ്റഡ്, ലങ്സുമായിട്ട് റിലേറ്റഡ്. RBC നമുക്കറിയാം റെഡ് ബ്ലഡ് സെൽ. RH റിസസ് ബ്ലഡ് ഫാക്ടർ. ബ്ലഡിലെ RH മൂല്യം കാൽക്കുലേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ആരും പറയണില്ലല്ലോ, ഞാൻ ശ്രദ്ധിക്കില്ല. RBC റെഡ് ബ്ലഡ് സെൽ. RA റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. നേരത്തെ പറഞ്ഞ QH, QID, QOD എല്ലാം മെഡിസിന്റെ പ്രിസ്ക്രിപ്ഷനിൽ വരും. ദിവസം, ഒരു നേരം, 4 നേരം, എവറി അവർ, ഓരോ മണിക്കൂർ കൂടുമ്പോൾ, 4 ടൈം, എവറി അതർ ഡേ, അങ്ങനെ ഓരോന്ന് പറയും പ്രിസ്ക്രിപ്ഷനിൽ. RBC റെഡ് ബ്ലഡ് സെൽ. ബ്ലഡിലെ RH കണ്ടുപിടിക്കാന്ന് പറയും. റിസസ് ബ്ലഡ് ഫാക്ടർ, ബ്ലഡിലെ ഒരു ഫാക്ടറാണ്. റോഡിയത്തിനും RH തന്നെ. RHD റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, ഹാർട്ടിലെ ഡിസീസ്. റിംഗേഴ്സ് ലാക്ടേറ്റ്, ഇത് ബ്രസ്റ്റ് ഫീഡിങ് റിലേറ്റഡ് തന്നെയാണ്. RL റൈറ്റ് ലോവർ ലോബ് ഓഫ് ദി ലങ്. നമ്മൾ L വന്നപ്പോൾ, L എന്ന ലെറ്റർ വന്നപ്പോൾ ലങ്സിന്റെ ലെഫ്റ്റ് പറഞ്ഞു. അതുപോലെ തന്നെ റൈറ്റ് ലോവർ ലോബ് ഓഫ് ദി ലങ്. RLQ റൈറ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദി അബ്ഡോമെയിൻ. നമ്മൾ അബ്ഡോമെയിന്റെ ലെഫ്റ്റും അത് തന്നെ പറഞ്ഞു. അബ്ഡോമെയിനിലെ ലെഫ്റ്റ് സൈഡിൽ അബ്ഡോമെയിനെ 4 ഭാഗമായിട്ട് മാറ്റുവാണെങ്കിൽ ആ ഒരു റൈറ്റ് ലോവർ പാർട്ട്. RN registered nurse. RBARO rule out. ROM range of motion, rupture of membrane. ROM range of motion. Okay. RUL right the length അപ്പോൾ 4 പോർഷൻസ് ആയിട്ട് ലങ്സിനെ ഡിവൈഡ് ചെയ്യുമെന്ന് വിചാരിച്ചു. നമുക്ക് ലങ്സ് 2 പാർട്ട് ഉണ്ട്, ലെഫ്റ്റും റൈറ്റും. ലെഫ്റ്റ് സൈഡ് അപ്പർ പാർട്ടും ഉണ്ട്, ലോവർ പാർട്ടും. റൈറ്റ് സൈഡ് അപ്പർ പാർട്ടും ലോവർ പാർട്ടും ഉണ്ട്. നമ്മൾ L എന്നുള്ള ലെറ്ററിൽ ലെഫ്റ്റ് സൈഡ് അപ്പർ പാർട്ടും പറഞ്ഞു, ലോവർ പാർട്ടും പറഞ്ഞു. ആറില് റൈറ്റ് സൈഡ് അപ്പർ പാർട്ടും ലോവർ പാർട്ടും അങ്ങനെ പറഞ്ഞു. ഈ RQ അബ്ഡോമൈൻ, ഇത് തന്നെ അബ്ഡോമൈന്റെ കേസ്. അബ്ഡോമൈന്റെ നമ്മുടെ വയറിന്റെ ഭാഗത്തിന് കുറെ ഓർഗൻസ് ഉണ്ട് വയറിൽ അല്ലെ. അപ്പൊ അതിനെ 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് ആണ് RQ. RX പ്രിസ്ക്രിപ്ഷൻ, നമ്മുടെ പ്രിസ്ക്രിപ്ഷനിൽ എപ്പോഴും RX കാണും. S hyphen without. SC subcutaneous secretory component. SICU surgical intensive care unit. Okay, surgery ICU. SIDS sudden infant death syndrome. കുഞ്ഞു ജനിച്ച ന്യൂബോൺ ബേബീസിൽ പെട്ടെന്ന് കാണുന്ന ഒരു സഡൻ ഡെത്ത് സിൻഡ്രോം. SN sublingual. SOB shortness of breath. ശ്വാസം താന്നു പോകുന്നത് അല്ലെ. നമ്മൾ അതിനെ പറഞ്ഞല്ലോ, ഡിസ്പിനിയ നമ്മൾ പറഞ്ഞില്ലേ. SQ subcutaneous. SS half. SS half ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല, ഞാൻ സ്ക്രോൾ ചെയ്യാൻ ഞാൻ വിട്ടുപോവാം. SBARS signs and symptoms, അസുഖത്തിന്റെ ലക്ഷണങ്ങൾ. State immediately. STD sexually transmitted disease, ഫെമിലിയർ ആയിരിക്കും. subcutaneous. SVT supraventricular tachycardia, heart related. SX symptoms. SYM symptoms. Signs and symptoms ഒന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഏതായിരുന്നു? SBARS. Okay, signs and symptoms, capital SBARS. Chart table. TB tuberculosis അതറിയാലോ. TBA to be admitted, to be announced. TBSP tablespoon. Technician, technologist. TIA transient ischemic attack. TID 3 times a day prescription കൊടുക്കാം. TKO to keep open. TPR temperature, pulse, respiration. TSP teaspoon വരും. TX treatment. U യൂണിറ്റ് ആണ്. UA യൂറിൻ അനാലിസിസ്. അതിന്റെ യൂറിന്റെ അനാലിസിസ് നടക്കുന്നത്. UE അപ്പർ എക്സ്ട്രിമിറ്റി. URI അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, നമ്മുടെ ബ്രീത്തിങ്ങിന് ലങ്സില് അപ്പർ പോർഷനിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. USP യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമോകോപ്പി. UTI നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് നമ്മൾ പറയും. മെഡിക്കൽ പ്രൊഫഷണൽസ് എപ്പോഴും UTI എന്നാ പറയാ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. നമ്മൾ അതിനെ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയാറുണ്ട്. പഴുപ്പെന്ന് മലയാളത്തിൽ പറയില്ലേ. VD വെനേറിയൽ ഡിസീസ്.
സ്കിൻ റിലേറ്റഡ് സെക്ഷൽ ഓർഗൻസിൽ അതിലുണ്ടാകുന്ന എന്തെങ്കിലും സ്കിൻ എന്തെങ്കിലും ഡിസീസ് ആണ് VD എന്ന് പറയുന്നത്. സ്കിൻ ആൻഡ് VD എന്ന് നമ്മൾ ചില ഡോക്ടേഴ്സിനെ കാണാറുണ്ട്. അവര് സ്കിന്നിന് നമ്മുടെ പുറമേ കാണുന്ന ഭാഗങ്ങളിലും നമ്മുടെ പ്രൈവറ്റ് പാർട്സിലും എന്തെങ്കിലും പ്രൈവറ്റ് പാർട്സിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ സ്കിൻ ആൻഡ് VD-നെയാണ് കാണിക്കുന്നത്. BOL വോളിയം. BS വൈറ്റൽ സൈൻ. വൈറ്റൽ സൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചില സമയത്ത് ഡോക്ടേഴ്സിനെ കാണാൻ പോകുമ്പോൾ വൈറ്റൽസ് ചെക്ക് ചെയ്യാൻ പറയും. ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്നത്. അതായത് നമ്മളുടെ പ്രഷർ, ഹൈറ്റ്, വെയിറ്റ്, പിന്നെ ചില സമയത്ത് പെട്ടെന്ന് തന്നെ ബ്ലഡ് ടെസ്റ്റ്, ആ ഒരു ബ്ലഡ് ടെസ്റ്റും ചെയ്യാറുണ്ട്. അതാണ് വൈറ്റൽസ്. WBAR വിത്ത് WBC അറിയാം, വൈറ്റ് ബ്ലഡ് സെൽസ്. WNL വിത്തിൻ നോർമൽ ലിമിറ്റ്സ്. WBARO എന്ന് പറയുന്നത് വിത്തൗട്ട് ഷുഗർ, വിത്തൗട്ട് പറയുന്നത്. WT weight, YO year old, X-except പ്രൈമറി എന്ന് കാണിക്കാനാണ് 1 ഡിഗ്രി, 2 ഇത് വരുമ്പോ സെക്കൻഡറി. ഇതിന് മുകളിലേക്ക് ആരോ പോകുമ്പോൾ ഇൻക്രീസ്ഡ്, താഴേക്കുള്ളത് ഡിക്രീസ്ഡ്. പിന്നെ O ഇട്ടിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നോ, നോട്ട്, നൺ, പാടില്ല എന്നുള്ള അർത്ഥം. R റൈറ്റ്, L ലെഫ്റ്റ്, മൈക്രോ എന്നുള്ളതിന്റെ സിമ്പിൾ ആണ് മ്യൂ കാണുന്നത്. ആൽഫ, ബീറ്റ, പിന്നെ അപ്രോക്സിമേറ്റ്ലി ചെറുതായിട്ട് ഇങ്ങനെ കേർവ്ഡ് ആയിട്ട് ലൈൻ കൊടുക്കുന്നത് അപ്രോക്സിമേറ്റ്ലി. X2 റൈറ്റ്സ് ടു, പിന്നെ ബാർ ഇടുന്നത് പെർ, നോട്ട് ഈക്വൽ, അതൊക്കെ നമുക്കറിയാലോ. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഒക്കെ അറിയാം. ക്വസ്റ്റ്യൻ മാർക്ക്, പോസിബിൾ ഒക്കെ കാണിക്കുന്നു. പിന്നെ ട്രയാങ്കിൾ ഷേപ്പ്, ചേഞ്ച് ഉണ്ടെന്ന് കാണിക്കാൻ. നെഗറ്റീവ് സൈൻ. പിന്നെ ഫീമെയിൽ അവരെ കാണിക്കാനാണ് ഈ ഒരു സിമ്പിൾ ഫീമെയിൽ വരുന്നത്. ലാസ്റ്റ് ഇതാണ് മെയിൽ. മെയിലിന്റെ ഫീമെയിലിന്റെ സിംപൽസ്. ഇതോടുകൂടി അബ്രിവേഷൻ സ്റ്റൈല് നല്ല ബോറിംഗ് ആണെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായി. പക്ഷെ നമുക്ക് ഇതെങ്ങനെ അല്ലാതെ ഇത് വായിച്ചു പോവാൻ വേറൊരു മാർഗമൊന്നുമില്ല. ആകെ നിങ്ങൾ ഇതിനകത്ത് പഠിക്കേണ്ടത് മെഡിക്കൽ ടെർമിനോളജിയുടെ ഉദ്ദേശം എന്താണ്, അതിന് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ, പ്രഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ്, അബ്രിവേഷൻസ്, റൂട്ട് പ്രഫിക്സ് ഇൻ ദ ബിഗിനിങ്, മോഡിഫിക്കേഷൻ വരുത്താൻ, മീനിങ്ങിന് മോഡിഫിക്കേഷൻ വരുത്താനാണ് പ്രഫിക്സും സഫിക്സും യൂസ് ചെയ്യുന്നത്. ഇൻ ദ ബിഗിനിങ് പ്രഫിക്സ് ആണെങ്കിൽ അത് വേർഡിന് ശേഷം എൻഡില് സഫിക്സ് യൂസ് ചെയ്യുന്നു. അപ്പൊ അതൊരു മോഡിഫിക്കേഷൻ വരുന്നു. പിന്നെ നമുക്ക് ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അതിന്റെ പ്രൊനൗൺസിയേഷനും മീനിങ്ങും മോഡിഫിക്കേഷൻ നടത്താം. റൂട്ട് വേർഡ് മീനിങ് തരുന്നതാണ് റൂട്ട് വേർഡ്. കറക്റ്റ് ആയിട്ട് ഒരു എക്സാക്ട് മീനിങ് തരുന്നതാണ് റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ റൂട്ട് വേർഡിന് പ്രിഫിക്സും ഉണ്ടാവും, സഫിക്സും ഉണ്ടാവും. ചിലപ്പോൾ പ്രിഫിക്സും സഫിക്സും ഇല്ലാതെ റൂട്ട് വേർഡ് ഉണ്ടാവും. അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോംസ് ആണ്. കൂടുതലായിട്ടും മെഡിക്കൽ ഫീൽഡിലും അല്ലാതെ നമ്മൾ ഷോർട്ട് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ളതാണ് മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന അബ്രിവേഷൻസ്. അത് ദിനം പ്രതി അത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി 327 അബ്രിവേഷൻസ് ഉണ്ട്. ഇത് കൂടാതെ ഞാൻ തന്നതിലും ഇതിനും എക്സ്ട്രാ ഉണ്ടാവും. ഇത് അതിനകത്തും കാണും, എക്സ്ട്രാ വരും. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് എക്സാമിന് വേണ്ടിയിട്ട് ഇത് കാണാതെ പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. ഇത് നമ്മളുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് ഇത് നമ്മൾക്ക് ഫെമിലിയർ ആവുള്ളൂ. കാണാതെ പഠിക്കുകയല്ല, നമ്മൾ ഫെമിലറൈസ് ചെയ്യുമ്പോൾ. ചിലപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാം, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവര്, ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സസ് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറുടെ അസിസ്റ്റന്റ്, എന്താ ക്ലിനിക്കൽ അസിസ്റ്റന്റ്, അങ്ങനെ എന്തൊക്കെ തന്നെയാലും ഇവർക്കെല്ലാം ഇത് വരും. കാരണം എന്തുകൊണ്ട് അവരത് ജോലി ചെയ്ത് അവർക്ക് ആ പ്രാക്ടീസ്. ഇനീഷ്യലി അവര് ജോലിക്ക് കയറുമ്പോൾ ഇതൊരു ഡേറ്റാബേസ് ആയിട്ട് അവർ കയ്യിൽ കരുതുമായിരിക്കും. പക്ഷെ ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഇയർ ബൈ ഇയർ അവർ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അതിനകത്ത് അവർ ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതിൽ കൂടുതൽ നമുക്ക് ഇതിനകത്ത് കാണാതെ ഒരിക്കലും പഠിക്കേണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെയാണോ? അപ്പൊ ഈ ഓൾമോസ്റ്റ് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഒരു ചാപ്റ്ററും കൂടി എനിക്ക് നിങ്ങൾക്ക് എടുക്കാനുള്ളൂ, മെഡിക്കൽ എക്യുപ്മെന്റ്സ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ട്സ് കൂടാതെ എക്സ്ട്രാ ഞാൻ എഴുതിയിട്ടുണ്ട് നോട്ട്സ്. അത് ക്ലാസ്സിൽ തന്നെ എടുക്കും. അപ്പൊ ഒന്ന് നോട്ട് ചെയ്തിരിക്കണേ. ഞാൻ ഇതിങ്ങനെ കുത്തിക്കുറിക്കുക ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോട്ട്സ് എഴുതിയിട്ടില്ല. ഞാനിത് കുറച്ച് ഡേറ്റ കളക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സിലേക്ക് പോകാം. മെഡിക്കൽ ടെർമിനോളജിയിലെ കൺഫ്യൂഷൻസ് ഉണ്ടാവും എനിക്കറിയാം. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കൺഫ്യൂഷൻ അത് മനസ്സിൽ നിന്ന് മാറ്റിയേക്ക്. നമ്മളത് പ്രാക്ടീസ് നമ്മളത് ഫെമിലറൈസ് ചെയ്യും, അത്രേ ഉള്ളൂ. അറിയാവുന്ന കാര്യങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ളത്, ഇപ്പൊ എയ്ഡ്സ്, HIV,
പിന്നെ ചില മെഷർമെന്റ്സ് ഒക്കെ നമുക്ക് അറിയാവുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ഫെമിലറൈസ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻ ആ ഭാഗത്തുനിന്ന് അത് റിലേറ്റഡ് അങ്ങനെ ഇതിന്റെ എന്താണ് അങ്ങനെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവില്ല. നമുക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സിലേക്ക് പോവാം. 25 മിനിറ്റ്സ് ക്ലാസ് എടുക്കാനുണ്ടാവുമല്ലോ. ഞാൻ നോട്ടം എടുത്ത് വെക്കട്ടെ. ഏത് മൊഡ്യൂളാ മിസ്സേ? ചാപ്റ്റർ 33 ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യാം. മെഡിക്കൽ എക്യുപ്മെന്റ്സ്. നമുക്ക് ഹോസ്പിറ്റലുകളിൽ അറിയാം പല ടൈപ്പ് എക്യുപ്മെന്റ്സ് അവൈലബിൾ ആണ്. പല ടൈപ്പിലുള്ള അപ്പാരറ്റസ്, പല യൂസിനുമുള്ള അപ്പാരറ്റസ് ഉണ്ട്. ട്രീറ്റ്മെന്റിനുള്ളതും ഉണ്ട്. അല്ലാതെ നമുക്കറിയാം ഹൗസ് കീപ്പിങ്ങിന് പല എക്യുപ്മെന്റ്സ് ഉണ്ട്. ലാബിൽ പല എക്യുപ്മെന്റ്സ് ഉണ്ട്. അങ്ങനെ പല രീതിയിൽ പലയിടത്തും പല എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ എന്താണോ ഡിസീസ് അതിനനുസരിച്ച് ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിനും വേണ്ടിയിട്ടായിരിക്കും ഇതുപോലുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ഡിസീസോ ഇഞ്ചുറിയോ ഒക്കെ ആയിട്ട് വരുമ്പോൾ ആ പേഷ്യന്റിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ, പുനരധിവസിപ്പിക്കാൻ, നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പലപ്പോഴും നമുക്ക് ഇതുപോലുള്ള എക്യുപ്മെന്റ്സിന്റെ സപ്പോർട്ട് വേണ്ടി വരും. ചില സമയത്ത് ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് മതിയാകും. പക്ഷെ ചില സമയത്ത് പല എക്യുപ്മെന്റിന്റെ കോമ്പിനേഷൻ ആവശ്യമായിട്ട് വരും പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച്. അതാണ് മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഐദർ യൂസ്ഡ് സിംപ്ലി, ഒറ്റയ്ക്ക് ഉപയോഗിക്കേണ്ട കാര്യം, ഓർ ഇൻ കോൺജോയിന്റ്ലി. കോൺജോയിന്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻഡ് ആയിട്ട് വിത്ത് എനി ആക്സസറി, കൺസ്യൂമബിൾ ഓർ അതർ പീസ് ഓഫ് മെഡിക്കൽ അപ്പാരറ്റസ്. ചില സമയത്ത് ഏതെങ്കിലും സപ്പോർട്ടീവ്, ചിലപ്പോൾ ഓക്സിജൻ കൊടുക്കേണ്ടതായിട്ട് വരും, ലൈഫ് സപ്പോർട്ട് അത് വേണ്ടി വരും. എന്തെങ്കിലും ഒരു സർജറി നടത്തുന്ന പേഷ്യന്റ് ചിലപ്പോൾ ഓക്സിജൻ ഇൻടേക്ക് ചിലപ്പോൾ നോർമൽ അല്ലാതെ വരും. അപ്പൊ അവർ ഓക്സിജൻ കൊടുത്തിട്ടായിരിക്കാം ആ പേഷ്യന്റിന് സർജറി ചെയ്യുന്നത്. അതൊരു സപ്പോർട്ടീവ് ഇതാണ്. ചില സമയത്ത് കൺസ്യൂമബിൾസ്, ഒരൊറ്റ പ്രാവശ്യത്തെ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ടാകും. അതാണ് കൺസ്യൂമബിൾ ഓർ അതർ പീസ് ഓഫ് മെഡിക്കൽ അപ്പാരറ്റസ് ഡിസൈൻ ഫോർ സിംഗിൾ യൂസ്. അതാണ് കൺസ്യൂമബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കളയുന്നത് അതുണ്ടാകും. ഇപ്പം ഇത് ഡ്രിപ്പ് ഇടുന്നു, അതിന് യൂസ് ചെയ്യുന്ന ആ പേഷ്യന്റിന് മാത്രം ഉപയോഗിക്കുന്നില്ല. പേഷ്യന്റ് ആവശ്യം കഴിയുമ്പോൾ അതങ്ങ് കളയുന്നു. പേഷ്യന്റ് ഭയങ്കര വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് വന്ന ഡീഹൈഡ്രേഷൻ ആണെങ്കിലും ഭക്ഷണം കൊടുത്ത വോമിറ്റ് ചെയ്യുന്ന കണ്ടീഷൻ ആണെങ്കിൽ ഡ്രിപ്പ് ഇടും. അപ്പൊ പേഷ്യന്റിന് മാത്രം ഉപയോഗിക്കുന്ന സാധനം അതെടുത്ത് കളയും. മാസ്ക് അത് ആ പേഷ്യന്റിന് മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും. ആവശ്യം കഴിയുമ്പോൾ അത് കളയും. അതാണ്. അപ്പൊ ക്ലിയർ ആയിരുന്നു. ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കോമ്പിനേഷൻ വിത്ത് അതർ അപ്പാരറ്റസ്, 2-3 കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്നു. അത് സപ്പോർട്ടീവ് അപ്പാരറ്റസ് ആകാം. അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ എക്യുപ്മെന്റ്, ടൂൾസ്, ആ ഒരു മീനിങ് ആണ്. അല്ലെങ്കിൽ ഒരു ഒറ്റ തവണ ഉപയോഗിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും എക്യുപ്മെന്റും ആകാം. ഫസ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഡീഫിബ്രിലേറ്റർ. Defibrillators are equipments that bring back normal heartbeat. അത് ഹാർട്ട് ബീറ്റ് അബ്നോർമൽ ആയിട്ട് പോകുന്നു, എന്തെങ്കിലും കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം പറ്റി, അങ്ങനെ വന്ന് ഹാർട്ട് ബീറ്റ് അബ്നോർമൽ ആയിട്ട് പോകുമ്പോൾ നോർമൽ ഹാർട്ട് ബീറ്റ് കൊടുക്കാനുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ബൈ സെൻഡിങ് ഇലക്ട്രിക് പൾസ് ഷോക്ക് ടു ദി ഹേർട്ട്. അറ്റ്ലീസ്റ്റ് സിനിമകളിലെങ്കിലും കണ്ടു കാണും.
ഇങ്ങനെ രണ്ട് സാധനം അതിനകത്ത് ഇവിടെ കാണുന്നുണ്ട്. അതിങ്ങനെ ഇങ്ങനെ വെക്കുമ്പോഴേക്കും ബെഡിൽ നിന്ന് പേഷ്യന്റ് അങ്ങനെ ഒരു ജെർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അല്ലേ? അതാണിത് ഡീഫിബ്രിലേറ്റർ. ഏറ്റവും അവസാനം പേഷ്യന്റ് കൊളാപ്സ്ഡ് ആകുകയാണ്, ഹാർട്ട് ബീറ്റ് ഒന്നും നോർമൽ അല്ലാന്ന് കാണുമ്പോൾ ഈ ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കും. അതിന് യൂസ് ചെയ്യുന്നതാണ് ഡീഫിബ്രിലേറ്റർ. വേരിയസ് ടൈപ്സ് നമ്മൾ ആംബുലൻസ് പഠിച്ചപ്പോഴും പഠിച്ചു. എമർജൻസി ആയിട്ട് എല്ലാ equipped ആയിട്ടുള്ള ആംബുലൻസിൽ ഡീഫിബ്രിലേറ്റർ ഉണ്ട്. വേരിയസ് ടൈപ്സ് ഓഫ് ഡീഫിബ്രിലേറ്റേഴ്സ് വർക്ക് ഇൻ ഡിഫറെന്റ് വേസ്. പല ടൈപ്പ് ഉണ്ട്, പല രീതിയിൽ വർക്ക് ചെയ്യുന്നു. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ AFDs which are commonly seen in many public spaces. AFD ആണ് കോമൺ ആയിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. Are used to save the lives of people who experience cardiac arrest. Cardiac arrest വന്ന് ഹാർട്ട് ബീറ്റ് അബ്നോർമൽ ആകുന്ന പേഷ്യൻസിന് ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് അങ്ങ് താന്നു പോകും, അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇത് ഏറ്റവും അത്യാവശ്യം കാർഡിയാക് അറസ്റ്റ് വരുന്ന ഒരു പേഷ്യന്റിന് ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ഇലക്ട്രിക് പൾസ് ഷോക്ക് ആണ് ഹാർട്ടിലേക്ക് കൊടുക്കുന്നത്. അത് പല ടൈപ്പ് ഉണ്ട്. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ AFD ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആളുകളുടെ ലൈഫ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്. നെക്സ്റ്റ് തെർമോമീറ്റർ. നമുക്കറിയാം തെർമോമീറ്റർ എന്താ, മിക്ക വീടുകളിലും തെർമോമീറ്റർ വാങ്ങിച്ചു വെക്കാറുണ്ട് ആൾക്കാർ. ഡിജിറ്റൽ തെർമോമീറ്റർ ആണ് മിക്കപ്പോഴും നമ്മൾ വാങ്ങിച്ചു വെക്കുക, എളുപ്പമുണ്ട്, റീഡിങ് കറക്റ്റ് വരും. മറ്റേ അനലോഗ് തെർമോമീറ്റർ ആണെങ്കിൽ നമ്മുടെ വാച്ചില് സമയം നോക്കുന്ന പോലെ തോന്നും. അനലോഗ് വാച്ചുകളിൽ അല്ലെ, കറക്റ്റ് ആണോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ, അങ്ങനെ ഒരു ഇത് വരും. കണ്ടിട്ടില്ലേ തെർമോമീറ്റർ എല്ലാം? അതിൽ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് മെർക്കുറിയാണ്, HG അല്ലെ, നമ്മൾ അബ്രിവേഷനിൽ കണ്ട HG. ഡിജിറ്റൽ തെർമോമീറ്റർ പറയുന്നത് പല ടൈപ്പ് തെർമോമീറ്റർ ഉണ്ട്. അതിന്റെ ഡിജിറ്റൽ തെർമോമീറ്റർ gives the fastest and most accurate results അല്ലെ. നമ്മുടെ കക്ഷത്തിന്റെ ഭാഗത്ത് വെച്ച് നോക്കും, അതിന്റെ ചിലത് ഇങ്ങനെ വായിൽ വെച്ച് നോക്കുന്നുണ്ട്. അപ്പൊ അതില് കറക്റ്റ് ആയിട്ട് ഒരു ബീപ്പ് സൗണ്ട് വരും, അപ്പോഴേക്കും നമുക്ക് അത് എടുക്കാം. അപ്പൊ അതിനകത്ത് കറക്റ്റ് അതിനകത്ത് മെഷർമെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫാസ്റ്റസ്റ്റും ആണ്, മോസ്റ്റ് ആക്യുറേറ്റും ആണ് റിസൾട്ട്. പിന്നെ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ടിംപാനിക് ഓർ ഇയർ തെർമോമീറ്റർ. ടിംപാനിക് തെർമോമീറ്റർ അല്ലെങ്കിൽ ഇയർ തെർമോമീറ്റർ എന്ന് പറയും. അത് ഇയറിനകത്തെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ബൈ വേ ഓഫ് ഇൻഫ്രാറെഡ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന ടെക്നോളജി ഇൻഫ്രാറെഡ് റേ ആണ്. ഇങ്ങനെ ഒരു കോമ പോലെ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും ഇൻഫ്രാറെഡ് റേ ആണ് അതിനകത്ത് ആക്ട് ആകുന്നത്. അപ്പം ആ ഇയറിനകത്തെ ടെമ്പറേച്ചർ നമുക്ക് കിട്ടും. ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. താഴെ പടങ്ങളുണ്ട്. ഡിജിറ്റൽ തെർമോമീറ്റർ, അനലോഗ് തെർമോമീറ്റർ, ഫോർഹെഡ് തെർമോമീറ്റേഴ്സ്. നമ്മുടെ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവന്നതാണ് ഫോർഹെഡ് തെർമോമീറ്റർ. കാരണം ഡിജിറ്റൽ തെർമോമീറ്റർ ഒക്കെ എന്താ, ബോഡിയുമായിട്ട് ടച്ച് ആവുന്നു അല്ലെ, കക്ഷത്തിനകത്ത് അല്ലെങ്കിൽ വായിക്കകത്തൊക്കെ വയ്ക്കല്ലേ. അപ്പം കൊറോണ സമയം എന്ന് വെച്ചാൽ നമ്മളൊരു അകലം പാലിക്കുന്ന സമയമായിരുന്നു. നമ്മൾ ഏതെങ്കിലും മാളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറുമ്പോഴേക്കും ഷോപ്പിലൊക്കെ കയറുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ആരെങ്കിലും കൊണ്ട് ചെല്ലുമ്പോൾ ഈ ഫോർഹെഡ് തെർമോമീറ്റർ നമ്മുടെ നെക്കിയുടെ ഭാഗത്തായിട്ട് വെക്കുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അത് ആളുകളുമായിട്ട് ഇത്ര ടച്ച് വരുന്നില്ല. ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ആണ് അതിൽ വരുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോഴേക്കും ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട്. ഫോർഹെഡ് തെർമോമീറ്റർ. അടുത്തത് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. ഇത് ഈ ഒരു തെർമോമീറ്റർ ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ, ഇത് പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തെർമോമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ഓറലി, വായിൽ വെക്കാൻ പറ്റുന്ന, അതിനകത്ത് ഇങ്ങനെ മെർക്കുറിയുടെ ലെവല് കാണാം, ഇങ്ങനെ സ്കെയിൽസ് കാണാം. പിന്നെ റെക്ടത്തില് നമ്മുടെ ബാക്കിൽ വെക്കാം, അണ്ടർ ദ ആം, ഇത് കൈകൾക്കിടയിൽ അങ്ങനെ വെച്ചെല്ലാം നോക്കാവുന്നതാണ് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. നമുക്ക് കൺവീനിയന്റ്, നമുക്ക് വാങ്ങാൻ പറ്റുന്നത്, നമുക്ക് സൂക്ഷിക്കാൻ, വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്നത് ഡിജിറ്റൽ തെർമോമീറ്റർ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇതിലിവിടെ ഫോർഹെഡ് തെർമോമീറ്ററിന്റെ പിക്ചർ ഉണ്ട്, ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ ഉണ്ട്, പിന്നെ ഡിജിറ്റൽ തെർമോമീറ്റർ ഉണ്ട്. ഈ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്ററിന്റെ പിക്ക് മാത്രം ഇല്ലാന്നുള്ളൂ. അപ്പൊ തെർമോമീറ്റേഴ്സും ക്ലിയർ ആയില്ലേ? ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്ററിലും അതുപോലെ തന്നെ ഫോർഹെഡ് തെർമോമീറ്റേഴ്സിലും യൂസ് ചെയ്ത് ഇൻഫ്രാറെഡ് റേ ആണ്. ഫോർഹെഡില് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ആണ്, മറ്റേതിൽ ഇൻഫ്രാറെഡ് റേയുടെ ടെക്നോളജിയാണ് യൂസ് ചെയ്തത്. പിന്നെ ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓറലി വെക്കാം, റെക്ടലി വെക്കാം, അണ്ടർ ദ ആം വെക്കാം. ഓക്കെ, ഡിജിറ്റൽ തെർമോമീറ്റർ നമുക്ക് ഫാസ്റ്റ് ആണ്,
മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ടും കിട്ടും. നമുക്ക് വീട്ടിൽ വാങ്ങിക്കാൻ പറ്റുന്ന കൺവീനിയന്റ് ആയിട്ട് പറ്റുന്നത് ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് അറിയാലോ, BP അപ്പാരറ്റസ്, ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്, അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഡിജിറ്റൽ BP അപ്പാരറ്റസ് ഉണ്ട്, അത് നമുക്ക് വീടുകളിൽ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അതിലും ഇതുപോലെ ഈ ഒരു സ്കെയിലിംഗ് അല്ലാതെ ഡിസ്പ്ലേ ആകും. കറക്റ്റ് പ്രഷറും ലോ പ്രഷറും ഹൈ പ്രഷറും ഡിസ്പ്ലേ ആകുന്നു ഈ സ്കെയിലിംഗ് നോക്കാതെ. പക്ഷെ ഡോക്ടേഴ്സ് ഒക്കെ എപ്പോഴും ഇത് പ്രിഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് വീട്ടിൽ ഇതുപോലെ ഡിജിറ്റൽ തെർമോമീറ്റർ വാങ്ങിച്ചു വെക്കാം. പ്രായമായവരുണ്ടെങ്കിൽ BP അപ്പാരറ്റസ് മറ്റേ ഡിജിറ്റൽ വാങ്ങി വെക്കാം. പിന്നെ ബ്ലഡ് ചെക്ക് ചെയ്യുന്ന ആ ഒരു ഇതില്ലേ, സ്ട്രിപ്പ് ഒക്കെ വെച്ച് ചെക്ക് ചെയ്യുന്നത്, അത് ഈ മൂന്നും നമുക്ക് വീട്ടിൽ വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. ബ്ലഡ് പ്രഷർ ഗേജ് ഓർ ബ്ലഡ് പ്രഷർ മോണിറ്റർ, BP apparatus is an equipment used to measure loss pressure. ഈ പ്രഷർ മെഷർ ചെയ്യാനുള്ള ഒരു അപ്പാരറ്റസ് ആണിത്. ഇതിന് പറയുന്ന പേര് സിഗ്മോ മാനോമീറ്റർ അല്ലെ. ഈ BP apparatus എന്ന് പറയുന്നത് അതിനൊരു ഇൻഫ്ലേറ്റബിൾ കഫ് ഉണ്ട്. നമുക്കിങ്ങനെ ഈ ഒരു നമ്മുടെ ഈ ഒരു കഫ്, ഈ ഒരു ഭാഗമല്ലേ, ഇവിടെ ആയിരിക്കും ഈ ബാൻഡ് പോലെ ഇത് കിട്ടും. എന്നിട്ട് ഇതിനെ പിടിച്ച് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇത് നമ്മൾ ഭയങ്കരമായിട്ട് ടൈറ്റ് ആവും അല്ലെ. അപ്പോഴാണ് പ്രഷർ അവിടെ റീഡ് ആവുന്നത്. മെഷറിംഗ് യൂണിറ്റ് ഉണ്ട്. ഇവിടെ മെഷർമെന്റ്സ് കാണിക്കും, ഒരു സ്കെയില് പോലെ. പിന്നെ മെക്കാനിസം ഓഫ് ഇൻഫ്ലേഷൻ വിച്ച് ക്യാൻ ബി ഹാൻഡിൽഡ് മാനുവലി. ഇൻഫ്ലേഷന് വേണ്ടിയിട്ട് ഇതിനെങ്ങനെ വീർപ്പിക്കാൻ, ഇതിന്റെ ആ ഇത് ഇങ്ങനെ ടൈറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിടിച്ച് പ്രസ് ചെയ്യും. പ്രഷർ കൊടുക്കുമ്പോഴാണ് അത് മാനുവലി തന്നെ ചെയ്യണം അല്ലെ. ചിലപ്പോൾ നഴ്സുമാരാണെങ്കിൽ ഡോക്ടേഴ്സ് തന്നെ ഇത് മാനുവലി ഇത് ഓപ്പറേറ്റ് ചെയ്ത് നമ്മുടെ പ്രഷർ അവർ മെഷർ ചെയ്തെടുക്കും. ഇതിന് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. സിഗ്മോ മാനോമീറ്റർ, അതാണ് BP അപ്പാരറ്റസിന് പറയുന്നത് സയന്റിഫിക് നെയിം. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ അതിന്റെ ഫങ്ഷൻസ് ഇതാണ്. അതിലുള്ള മെയിൻ പാർട്സ് ഇൻഫ്ലേറ്റബിൾ കഫ്, നമ്മുടെ ഇവിടെ കഫിൽ കെട്ടുന്ന ഒരു ഇൻഫ്ലേറ്റബിൾ കഫ് ഉണ്ട്. പിന്നെ ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ട് സ്കെയില് പോലെ. പിന്നെ ഇൻഫ്ലേഷന് വേണ്ടുന്ന ഒരു മെക്കാനിസം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ലാരിംഗോസ്കോപ്പ്. നമ്മൾക്ക് സൗണ്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലാരിനെക്സ് എന്ന് പറഞ്ഞൊരു ഭാഗമില്ലേ നമ്മുടെ ത്രോട്ടില്, ലാരിനെക്സ് എന്നൊരു ഭാഗമുണ്ട്. ഇതാണ് നമുക്ക് സൗണ്ട് വരുന്നതിന്റെ ആ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് അവിടെ നിന്നാണ്. നമ്മളുടെ ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് ഈ ലാരിനെക്സ് എന്ന് പറയുന്നത്. ലങ്സിലേക്ക് എന്താ ശരിക്കും പോകുന്നത്? വിൻ പൈപ്പാണ് ലങ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫുഡ് പൈപ്പും അതിന്റെ അടുത്ത് തന്നെയാണ്. അതെങ്ങോട്ടാ കണക്ട് ചെയ്തിരിക്കുന്നത്? നമ്മുടെ സ്റ്റൊമക്കിലേക്ക് അല്ലെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഫുഡ് പൈപ്പിലൂടെ നമ്മുടെ കുടലിലെത്തുന്നു, വൻകുടൽ ചെറുകുടൽ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. നമ്മൾ ശ്വസിക്കുന്ന വായു എയർ വിൻഡ് പൈപ്പിലൂടെയാണ് നമ്മുടെ ലങ്സിലേക്ക് എത്തുന്നത്. ലാരിനെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ എയർ വെയില് ഒരു ഭാഗമാണ് നമ്മുടെ ത്രോട്ടില്, തൊണ്ടയില്. ഈ ലാരിനെക്സ് ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നു, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനായിട്ട് പറ്റുന്നത്. അതിനെന്തെങ്കിലും ഒരു ഡിയൊക്കെ പറ്റിക്കഴിയുമ്പോഴാണ് നമ്മുടെ സൗണ്ടിന് ഇഷ്യൂ വരുന്നത്. ഈ ലാരിനോസ്കോപ്പ് എന്ന് പറയുന്നത് ലാരിനെക്സ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അത് ചെക്ക് ചെയ്യാനാണ് ലാരിനോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ലാരിനെക്സ് കുറച്ചുകൂടെ നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് പറയണമെങ്കിൽ വോയിസ് ബോക്സ് അല്ലെ, നമ്മുടെ സൗണ്ട് വരുന്ന വോയിസ് ബോക്സ്. അപ്പൊ അതിന്റെ ഫങ്ഷൻസ് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ലാരിനോസ്കോപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി? ലാരിനെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ബോക്സ് എഴുതി വെച്ചോളൂ. നമുക്ക് അതിൽ നിന്ന് ആ ഒരു വോയിസ് ബോക്സ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളുടെ സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നമുക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ ലാരിനെക്സ് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ്. അത് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് സൗണ്ട് വരില്ല. നമുക്ക് ത്രോട്ടിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മുടെ സൗണ്ടിന് ബുദ്ധിമുട്ട് വരില്ലേ? അല്ലെങ്കിൽ കുറെ സമയം വോയിസ് റെസ്റ്റ് ഇല്ലാതെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു അൺഈസിനെസ്, ഒരു ബുദ്ധിമുട്ട് അവിടെ വരും അല്ലെ. അതെല്ലാം ഇറിറ്റേഷൻ, എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ, കഫക്കെട്ടൊക്കെ വരുമോ, എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോഴും, പനി വരുന്നു, കോൾഡ് വരുമ്പോഴും ലാരിനെക്സിനെ അത് ബാധിക്കും. അതൊക്കെ പിന്നെ ഷോർട്ട് ടേം ആണ്, മെഡിക്കേഷനിലൂടെ മാറും. അല്ലാതെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാനുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ലാരിനോസ്കോപ്പ്. ലാരിനോസ്കോപ്പി എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെഡിക്കൽ അപ്രോച്ച് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് എ വ്യൂ ഓഫ് ലാരിനെക്സ്. ലാരിനെക്സിന്റെ വ്യൂ, അതിന്റെ വ്യൂ നമുക്ക് ഇങ്ങനെ നോക്കി അറിയാൻ പറ്റില്ല.
അപ്പൊ നമ്മള് ഇപ്പം ചില കാര്യങ്ങൾക്ക് എൻഡോസ്കോപ്പി ചെയ്യുന്നു, കൊളോണോസ്കോപ്പി ചെയ്യുന്നു, അങ്ങനെ പല പല രീതിയിലുള്ള ഡയഗ്നോസിസ് മെത്തേഡ് ചെയ്യുമല്ലോ. അപ്പൊ ഈ ത്രോട്ടിന്റെ ഈ വോയിസ് ബോക്സിന്റെ ഡീറ്റെയിൽസ് കാണാൻ യൂസ് ചെയ്യുന്ന ഡയഗ്നോസിസ് മെത്തേഡാണ് ലാറിനോസ്കോപ്പി. ഓക്കെ, നെക്സ്റ്റ് വൺ ഓക്സിജൻ മാസ്ക്. വളരെ കോമൺ ആണ്, നമുക്കറിയാം. An oxygen mask offers a method to carry breathing oxygen gas from a storage tank to the lungs. ഓക്സിജൻ വേണ്ടത് ലങ്സിലേക്കാണ് ഓക്സിജൻ വരുന്നത്, ഇൻടേക്ക് ചെയ്യുന്നത്. ചില സമയത്ത് നോർമലി ഓക്സിജൻ എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരു ഓക്സിജൻ സിലിണ്ടറിൽ നിന്നും ലങ്സിലേക്ക് ഈ മാസ്ക് വെച്ചിട്ട് ഓക്സിജൻ കൊടുക്കും. Oxygen mask will wrap only the nose and mouth or the whole face. They may be made of plastic, silicone or rubber. ഓക്സിജൻ മാസ്ക് പല രീതിയിലുള്ളതുണ്ടല്ലേ. അത് ഒന്നല്ലെങ്കിൽ മൂക്കിന്റെ ഭാഗത്ത് മാത്രം വെക്കുന്ന രീതിയിലുണ്ടാവും, അല്ലെങ്കിൽ മൂക്കും വായും കൂടെ ഒരുമിച്ച് കവർ ചെയ്യുന്ന മാസ്ക് ഉണ്ടാവും. പിന്നെ രണ്ട് നോഡ് പോലെ കൊടുക്കും, അതായത് മൂക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിൽ രണ്ട് ചെറിയ നോട്ട്സ് അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്, സിലിക്കൺ, റബ്ബർ. ഇതും കൺസ്യൂമബിളിൽ വരും. ഒരാൾക്കല്ലേ ഒരെണ്ണല്ലേ ഉള്ളൂ, അയാൾ ഉപയോഗിക്കുന്ന വേറെ ആൾക്ക് ഉപയോഗിക്കില്ലല്ലോ. എളുപ്പമുള്ള ഇതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം. നമ്മൾ പറഞ്ഞിരുന്നു ECG, നമ്മുടെ അബ്രിവേഷനിൽ വന്നു, എല്ലാത്തിലും വന്നിരുന്നു. ഓക്കെ, പ്രിഫിക്സിലും ഒക്കെ വന്നു, സഫിക്സിലും. ഇലക്ട്രോ എന്ന് വന്നു, ഗ്രാഫ് എന്ന് വന്നു, സഫിക്സിൽ ഒക്കെ നമുക്ക് ECG നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. Electrocardiograph is the process of recording the electrical function of the heart. നമുക്കറിയാം ഹാർട്ട് ഒരു പ്രത്യേക റിതമിലാണ് ബീറ്റ് ചെയ്യുന്നത് അല്ലെ, over a period of time using electrodes which are put on the skin. സ്കിന്നിൽ നമുക്ക് എന്തെങ്കിലും ആക്സസറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് നമ്മുടെ ഹാർട്ടിന്റെ ഭാഗത്ത് സ്കിന്നിൽ ഇങ്ങനെ അതിങ്ങനെ പേസ്റ്റ് ചെയ്യുന്ന പോലെ പേസ്റ്റ് ചെയ്ത് വെക്കും ഇലക്ട്രോഡ്സ്. എന്നിട്ട് ഹാർട്ടിന്റെ ബീറ്റ് ഒരു മോണിറ്ററിൽ, ഈ കാണുന്ന മോണിറ്ററിലായിട്ട് അതിങ്ങനെ കാണും. അത് എന്നിട്ട് മാർക്ക് ചെയ്യും. അതൊരു ഗ്രാഫ് പേപ്പറിൽ പോലെ ഇങ്ങനെ പ്രിന്റ് ഔട്ട് നമുക്ക് കിട്ടും അല്ലെ, ECG എന്ന് പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. നെക്സ്റ്റ് വെയിങ് മെഷീൻ. വെയിങ് മെഷീൻ പല രീതിയിലുണ്ട്. നമുക്ക് സ്റ്റാൻഡ് ചെയ്ത് നോക്കുന്ന വെയിങ് മെഷീനും വെയിങ് പാൻ ഉണ്ട്. എന്തിനാ വെയിങ് പാൻ? എന്തിനാ, ആർക്ക് വേണ്ടിയിട്ടാ വെയിങ് പാൻ? വെയിങ് പാൻ ആർക്കാ? കുഞ്ഞു ബേബീസ്, നിൽക്കാൻ പറ്റാത്ത ബേബീസ് ഉണ്ടാവില്ലേ, അവരെ കിടക്കുന്നത് വെയിങ് പാനിൽ, അവരുടെ വെയിറ്റ് നോക്കുന്നത് വെയിങ് പാനിലാണ് അല്ലെ. അപ്പൊ ഡിജിറ്റൽ സ്കെയിൽ, നമുക്ക് അത് ഡിജിറ്റലും ഉണ്ട്. ഇവിടെ അനലോഗ് ആണ് കാണിച്ചിരിക്കുന്ന ഈ വെയിങ് കാണിച്ചിരിക്കുന്നത്. ഇത് പക്ഷേ ഡിജിറ്റൽ ആണ് വെയിങ് പാൻ. ഡിജിറ്റൽ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെന്റ് ഇങ്ങനെ എഴുതി വരും. ഇതാകുമ്പോൾ നമ്മൾ ആ സൂചിയൊക്കെ നോക്കി നീഡിലൊക്കെ നോക്കി കറക്റ്റ് അത് വായിച്ചെടുക്കണം. ചെറിയ എററൊക്കെ ഉണ്ടാവാൻ ചാൻസ്. Digital scale is a kind of electronic weighing machine which measures many readings. Yes, പറഞ്ഞോ. Okay, that include body weight, body fat, BMI ഒക്കെ വരും. Body mass index എന്നാണ് BMI. മാഡം ഇന്ത്യയോ ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യണത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? നമ്മളുടെ വെയിറ്റും ഹൈറ്റും മെഷർ ചെയ്യാം. എന്നിട്ട് വെയിറ്റിനെ ഹൈറ്റിന്റെ സ്ക്വയർ, അതായത് ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്രയാ കിട്ടുന്നതെന്ന് നോക്കുക. വെയിറ്റ് 60 ഉണ്ട്, ഹൈറ്റ് ഒരു 160 ഉണ്ടായിരിക്കാം. അപ്പൊ 60/160 ഇൻറ്റു 160 ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത്, നമുക്ക് ഒരു കിട്ടുന്ന ആൻസർ സ്വന്തം BMI ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ആദ്യം വെയിറ്റ് എടുക്കുക, ഹൈറ്റ് എടുക്കുക, വെയിറ്റിനും ഹൈറ്റിന്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നത് 18.5 താഴെയാണെങ്കിൽ നിങ്ങൾ അണ്ടർ വെയിറ്റ് ആയിരിക്കും, മാൽന്യൂട്രീഷൻ ആയിരിക്കും. ആവശ്യത്തിന് പോഷകങ്ങളൊന്നും ഭക്ഷണത്തിലൂടെ കിട്ടുന്നില്ല. അണ്ടർ 18.5 വരുവാണെങ്കിൽ, 18.5നും 24.9നും ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ BMI വരുന്നെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിരിക്കും. ഓക്കെ, 25 തുടങ്ങി 29.9 ഇടയ്ക്കാണെങ്കിൽ ഓവർ വെയിറ്റ് ആണ്. ഇനി 30ന് മുകളിലാണെങ്കിൽ അമിതവണ്ണം, ഒബിസിറ്റി. ഇത് ക്ലിയർ ആയോ? BMI എല്ലാവരുടെയും ഇന്ന് തന്നെ പോയി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഹൈറ്റ് എടുക്കുക, വെയിറ്റ് എടുക്കുക. നിങ്ങൾക്ക് കിട്ടിയ വെയിറ്റിനെ 160 ആണ് കിട്ടിയെന്ന് വിചാരിക്കാം. വെയിറ്റ് 60 ആണ് കിട്ടിയെന്ന് വിചാരിക്കാം. 60 ഡിവൈഡഡ് ബൈ ഹൈറ്റ് 160 ആണ് വിചാരിക്കുക. ഡിവൈഡഡ് ബൈ 160 ഇൻറ്റു 160.
ഹൈറ്റിന്റെ സ്ക്വയർ കൊണ്ട് വെയിറ്റിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ കിട്ടുന്നത് 18.5 താഴെയാണെങ്കിൽ അണ്ടർ വെയിറ്റ് ആണ്, പോർഷനും കുറവ്, ന്യൂട്രീഷൻ കുറവ്. 18.5 24.9 ഇടയ്ക്കാണെങ്കിൽ ഹെൽത്തിയാണ്. BMI 18.5 24.9 ഇടയ്ക്കാണെങ്കിൽ ഹെൽത്തിയാണ്. 25 തുടങ്ങി 29.9 ആണെങ്കിൽ ഓവർ വെയിറ്റ് ആണ്, വെയിറ്റ് കൂടുതലാണ്. 30 മുകളിലാണെങ്കിൽ ഒബിസിറ്റി, അമിതവണ്ണം. ക്ലിയർ ആയോ? നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഇത്രയും ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ഡീഫിബ്രിലേറ്റർ ആയിരുന്നു, ഹാർട്ടിന് സപ്പോർട്ട് കൊടുക്കുന്ന, ഹാർട്ട് ബീറ്റ്സ് നോർമൽ ആക്കി ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു അത്ര ക്രിട്ടിക്കൽ കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നതാണ് ഡീഫിബ്രിലേറ്റർ. പിന്നെ തെർമോമീറ്റർ പറഞ്ഞു, അതിൽ ഡിജിറ്റൽ പറഞ്ഞു, ഗ്ലാസ് ടൈപ്പ് പറഞ്ഞു, ഫോർഹെഡ് പറഞ്ഞു, പിന്നെ ഇയറിലേക്ക് വരുന്ന ഫോർഹെഡും ഇയറിലും യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് ടെക്നോളജി ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് BP അപ്പാരറ്റസ് ആയിരുന്നു, അത് മനസ്സിലായി. പിന്നെ ലാരിങ്ങോസ്കോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വോയിസ് ബോക്സിന്റെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഓക്സിജൻ മാസ്ക് ആയിരുന്നു. പിന്നെ ECG എടുക്കുന്നത്. ECG എന്ന് പറയുന്നത് ഒരു കോമൺ ടെസ്റ്റ് ആട്ടോ. ഒരു പോയിന്റ് അതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയി. പെയിൻലെസ് ആണ് ECG അല്ലെ, നമുക്ക് വേദനയൊന്നും എടുക്കില്ല ECG എടുക്കുമ്പോൾ. കോമൺ, അതായത് ഹാർട്ടിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പെയിൻലെസ് ടെസ്റ്റ്. ഹാർട്ടിന്റെ ടെസ്റ്റുകളിൽ പെയിൻലെസ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് ECG എന്ന് പറയുന്നത്. ECG അല്ലെങ്കിൽ EKG എന്നും പറയും. അപ്പൊ 7 എണ്ണം വരെ നമ്മൾ പറഞ്ഞു, വെയിങ് മെഷീനും പറഞ്ഞു. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, എന്റെ ചെയ്തോട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, ബൈ. വായിച്ചു നോക്കൂ കേട്ടോ.